ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1999 ഒരു ത്രില്ലർ മിസ്റ്ററി മൂവിയായിട്ട് പുറത്തിറങ്ങിയ 8mm എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ ഒരു മൂവി ഒരു കാരണവശാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേറെ ഒന്നുമല്ല, ഒന്ന് ഇത് കുട്ടികൾക്ക് കാണാനുള്ള ഒരു മൂവിയല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് കണ്ടു തീർക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് മനസ്സിന് ഇത്തിരി ഇങ്ങനെ കട്ടിയുള്ളവര് ഈ ഒരു മൂവി കണ്ടു തീർക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ മനസ്സിന് ഇത്തിരി ഇങ്ങനെ കട്ടിയുള്ളവർ മാത്രമേ ഇത് കാണാനായിട്ട് ശ്രമിക്കാവൂ. കാരണം നമ്മളെ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് ഈ ഒരു മൂവി കൊണ്ടുപോകും. ചിലർക്ക് അത് സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ്, ഒരു മൂവി തുടങ്ങി പകുതിയിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, അത് മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും തോന്നും അതുപോലുള്ളൊരു ക്ലൈമാക്സ് ആണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു മൂവിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ടോം വെല്ലസിനെയാണ് കാണിക്കുന്നത്. ടോം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. ഇപ്പൊ കാണിക്കുമ്പോൾ അവനൊരു എയർപോർട്ടിലൂടെ നടന്ന് ഒരാളെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നു. കാണിക്കുമ്പോൾ അത് മിയാമി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇപ്പോൾ ഹീറോ ഈ ഒരാളെ ഫോളോ ചെയ്ത് പോകാനായിട്ട് കാരണം വേറെ ഒന്നുമല്ല, ഹീറോ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ആരോ ഒരാള് ഒരു ജോലി ഏൽപ്പിച്ചിട്ടാണ് ഹീറോ ഈ ഒരാളുടെ പുറകെ പോകുന്നത്. അങ്ങനെ 1-2 ദിവസം അവരുടെ പുറകെ നടന്ന് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഫോളോ ചെയ്തത് ഈ ഒരു സ്ത്രീയുടെ മരുമകനെയാണ്. അവനാണെങ്കിൽ ഏതോ ഒരു സ്ത്രീയായിട്ട് മറ്റൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയെ ആ ഒരു ലേഡി പറഞ്ഞു വിട്ടത്. അതനുസരിച്ച് ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതെല്ലാം ഈ ഒരു ലേഡിക്ക് ഇങ്ങനെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് ഒരു ഭാര്യയും അതേപോലെ തന്നെ ഒരു കുട്ടിയുണ്ട്. ആ ഒരു കുട്ടി ജനിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതുമല്ല, വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോയുടെ ഭാര്യയാണെങ്കിലോ ചെറിയ രീതിയിൽ ആ ഒരു വിഷമത്തില് അവന് വഴക്കെല്ലാം പറയുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് എപ്പോഴും വീട്ടിൽ നിൽക്കാനായിട്ട് കഴിയത്തില്ല. പല സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. പലരെയും ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ വന്ന് തന്റെ ഫാമിലി ആയിട്ട് കുറച്ച് നാൾ നിൽക്കാൻ പോലും ഹീറോയെ കൊണ്ട് കഴിയുന്നില്ല. എന്നിരുന്നാലും ഹീറോ അവന്റെ ഭാര്യനെയും കുട്ടീനെയും നല്ലതുപോലെ തന്നെയാണ് നോക്കുന്നത്. അവരെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ ഫോണിൽ ഇങ്ങനെ വിളിക്കുന്നു. അങ്ങനെ ഹീറോ ഓടിച്ചെന്നിട്ട് ആരാണെന്ന് ഇങ്ങനെ തിരക്കുമ്പോഴത്തേക്കും അത് ഡാനിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു വക്കീലാണ്. ആ ഒരു വക്കീൽ ഇപ്പോൾ നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് ഇതേപോലെ മിസ്റ്റർ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് സ്ത്രീ ഉണ്ട്, അവർക്ക് നിങ്ങളുടെ സഹായം വേണം എന്നും പറഞ്ഞ് ഹീറോയ്ക്ക് ആ ഒരു അഡ്രസ്സ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഹീറോ ആയാലും അവന്റെ ജോലി ഒരു ഡിറ്റക്റ്റീവ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസം തന്നെ അവൻ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പൊ തന്നെ നോക്കണം, ഒരു ദിവസം പോലും ആയില്ല അവന്റെ വീട്ടിലേക്ക് വന്നിട്ട്. ഉടനെ തന്നെ അടുത്തൊരു ജോലി അവനെ കിട്ടുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത്രയും വലിയൊരു വീടാണ്. അപ്പൊ എന്തുമാത്രം കോടീശ്വരിയായിട്ടുള്ള സ്ത്രീയാണത്. അങ്ങനെ ഹീറോ നേരെ അവിടേക്ക് ചെല്ലുമ്പോൾ ആ ഒരു വക്കീലുണ്ടല്ലോ ഹീറോയെ വിളിച്ച ഡാനിയൽ എന്ന് പറഞ്ഞിട്ട്, ആ ഒരു വക്കീൽ ഇപ്പോ ഹീറോയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. കാണിക്കുമ്പോഴത്തേക്കും മിസ്റ്റർ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ അല്പം വയസ്സായുള്ള സ്ത്രീയാണ്. അങ്ങനെ ഹീറോ ആയാലും വന്ന കാര്യം എന്താണെന്ന് തിരക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, എന്റെ ഭർത്താവ് ഈ ഇടയ്ക്കാണ് മരിച്ചത്, ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞെന്ന് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞു കാണും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അവരുടെ ഭർത്താവിന്റെ മുറിയിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് ഹീറോയോട് പറയുന്നത്, ഈ ഒരു മുറിയിലെ അധികം അങ്ങനെ ആരും കയറാറില്ല, നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടി എന്നെല്ലാം പറയുമ്പോൾ ഹീറോ ആ ഒരു മുറിയെല്ലാം നല്ലതുപോലെ ഇങ്ങനെ നോക്കുന്നു. അവരുടെ ഭർത്താവിന്റെ ഫോട്ടോ എല്ലാം കാണുന്നുണ്ട്. അതുമല്ല, ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും വിഷമമുണ്ട്. കാരണം 45 വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് മറ്റാരെക്കാളും കൂടുതലായിട്ടും അവരുടെ ഭർത്താവിനെ അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയോട് പറയാണ്. അങ്ങനെ ഹീറോ ഈ ഒരു കാര്യം എന്താണെന്ന് തിരക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വക്കീലുണ്ടല്ലോ അടുത്തൊരു ലോക്കർ ഉണ്ട്. ആ ഒരു ലോക്കർ ഇവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഇവർ ആ ഒരു ലോക്കർ തന്നെ തുറന്നത്. അങ്ങനെ ഇവർ ആ ഒരു ലോക്കർ തുറന്നു നോക്കുമ്പോൾ ഇവർക്ക് അതിൽ നിന്നും ഒരു ഫിലിം കിട്ടിയിരുന്നു. അങ്ങനെ അതെടുത്ത് അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതൊരു പോണോഗ്രാഫി വീഡിയോ ആണ്. പക്ഷെ അത് സാധാരണ രീതിയിലുള്ള ഒരു വീഡിയോ അല്ല, അത് സാധാരണയായിട്ട് കാണുന്ന ഒരു വീഡിയോ അല്ല. അതിലൊരു പെൺകുട്ടിയെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീക്ക് മനസ്സിലാകണം. ആ ഒരു പെൺകുട്ടിയെ ശരിക്കും കൊന്നതാണോ അതോ ഈ ഒരു വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി അവരതുപോലെ അഭിനയിച്ചതാണോ ഇല്ലയോ, ആ ഒരു പെൺകുട്ടി ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ത്രീക്ക് കണ്ടുപിടിക്കണം. കാരണം തന്റെ ഭർത്താവിന്റെ മുറിയിൽ ഇതുപോലൊരു വീഡിയോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഹീറോ ആയാലും ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ശരി എന്തായാലും എനിക്ക് തെളിവ് വേണമെന്ന് പറയുമ്പോൾ അവർ ആ ഒരു ഫിലിം എടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോ ആയാലും മുറിക്കകത്തേക്ക് ചെന്നിട്ട് ഒറ്റയ്ക്കിരുന്നാണ് കാണുന്നത്. അതൊരു പ്രൊജക്ടറിലിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു വീഡിയോയിൽ കുറച്ച് കൊടൂരമായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ കൂടുതലും സ്ത്രീകളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലൂടെ ആനന്ദം കണ്ടെത്തുന്നു. ആ ഒരു രീതിയിലുള്ള വീഡിയോസ് എല്ലാം ഉണ്ട്. അപ്പൊ അതുപോലെയുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് മുഖംമൂടി ധരിച്ച ഒരാള് ആ വീഡിയോയിലുള്ള ആ ഒരു പെൺകുട്ടിയെ ഒരു കത്തി വെച്ച് അവളുടെ കഴുത്ത് മുറിച്ച് അങ്ങനെ കൊല്ലുകയാണ്. അതും വളരെ ക്രൂരമായിട്ട്. ഈ ഒരു കാര്യം കാണുന്നതും
ഹീറോയ്ക്ക് അത് കണ്ടു തീർക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ നിർത്തിയിട്ട് ഹീറോ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് ഇവരോട് പറയുന്നത്, അല്ല ഈ ഒരു കാര്യം നിങ്ങൾക്ക് പോലീസിനോട് പറഞ്ഞൂടെ, അവരിതിനെപ്പറ്റി നല്ലതുപോലെ അന്വേഷിക്കുന്നു പറയുമ്പോൾ ആ ഒരു സ്ത്രീ പറയും, ഇല്ല ഒരിക്കലും അത് കഴിയത്തില്ല, കാരണം എന്റെ ഭർത്താവിന്റെ ആ ഒരു വില അതെനിക്ക് നഷ്ടപ്പെടുത്താനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളെ തന്നെ ഈ ഒരു ജോലി ഞാൻ ഏൽപ്പിച്ചത്. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് ഈ ഒരു കാര്യം ചെയ്തു തീർക്കണം. പണത്തിനെ പറ്റി നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരും. ഇത് സത്യമാണോ ഇല്ലയോ എന്ന് മാത്രം എനിക്ക് കണ്ടുപിടിച്ച് തന്നാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ എന്തായാലും ഈ ഒരു കേസ് എടുക്കുകയാണ്. അപ്പോൾ ക്രിസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആ ഒരു ലേഡിക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഫിലിം നിർമ്മിച്ചത് ആരാണ്, ആ ഒരു പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്, അത് റിയൽ ആയിട്ടുള്ള കാര്യമാണോ, ഇവരുടെ ഭർത്താവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, ഇത് മാത്രം ഇവർക്ക് അറിഞ്ഞാൽ മതി. അങ്ങനെ ഹീറോ ആയാലും വീട്ടിലേക്ക് ചെന്നിട്ട് ഈ ഒരു ജോലിക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവന്റെ ഭാര്യ അപ്പോഴും പറയുന്നുണ്ട്, അല്ല ഇപ്പോൾ വീട്ടിലേക്ക് വന്നതല്ലേ ഉള്ളൂ, ഉടനെ തന്നെ അടുത്ത ജോലി എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ല. കാരണം ഹീറോയ്ക്കും ഈ ഒരു ജോലി ചെയ്യാതെ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ജോലി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തെ വിട്ട് പോകുന്നത് കൊണ്ട് ഹീറോയ്ക്ക് അത്രയും വിഷമുണ്ട്. എന്നിരുന്നാലും വേറെ വഴിയില്ലാതെ ഭാര്യയോട് യാത്രയെല്ലാം പറഞ്ഞിട്ട് ഹീറോ തന്റെ കയ്യിലൊരു തോക്കുണ്ട്, ആ ഒരു തോക്കെല്ലാം എടുത്ത് സേഫ്റ്റിക്ക് വേണ്ടി വെച്ച് അത് കഴിഞ്ഞ് ഹീറോ തന്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ആദ്യമായിട്ട് പോകുന്നത് ഈ കാണാതായവരുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അവരെ പറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്കാണ്. അതുപോലെ നമ്മുടെ ഹീറോ കണ്ട ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ചിത്രീകരിച്ചിട്ട് ഏകദേശം 4-5 വർഷത്തെ പഴക്കമുണ്ട്. അപ്പൊ അത്രയും വർഷം പുറകിലേക്ക് പോയിട്ട് വേണം അതിൽ അഭിനയിച്ചിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് കാണാതായവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഹീറോയ്ക്ക് വലിയ രീതിയിൽ അങ്ങനെ ആരെ കിട്ടത്തൊന്നുമില്ല. പക്ഷെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരാളോട് ചെന്ന് ചോദിക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോ അവന്റെ റിലേറ്റീവിലുള്ള ഒരു പെൺകുട്ടി കാണാതായി, അവളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരോടും പോയി സംസാരിക്കുന്നത്. അതുമല്ല ഹീറോ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴും എല്ലാ ദിവസവും അവന്റെ ഭാര്യയെ വിളിക്കുന്നുണ്ട്, അവളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു വീഡിയോയിൽ നിന്നും ആ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉണ്ടല്ലോ ആ ഒരു ഫോട്ടോ മാത്രം അവൻ സെപ്പറേറ്റ് എടുക്കും. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് വെച്ച്, കാരണം കുറച്ചുകൂടി ക്ലിയർ ആവുമല്ലോ, പെട്ടെന്ന് മുഖം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു കാണാതായവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് തന്നെ അവൻ ഇങ്ങനെ നോക്കാണ്. എന്നിരുന്നാലും കിട്ടുന്നില്ല. അങ്ങനെ ഹീറോ വീണ്ടും ആ ഒരു വീഡിയോ ഒന്നുകൂടി പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് സൂപ്പർ ലെക്സ് എന്ന് പറഞ്ഞൊരു പേരിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു പേരിനെ പറ്റി അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഇതേപോലെ ഈ ഒരു ഫിലിംസ് എല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണത്. ഏകദേശം ഒരു 6-7 വർഷം മുമ്പ് തന്നെ ആ ഒരു കമ്പനി അതിന്റെ പ്രൊഡക്ഷൻ നിർത്തിയിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം ക്രിസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരെ വിളിച്ച് പറയുന്നുണ്ട്, മിസ്റ്റർ ക്രിസ്റ്റ്യൻ, ഞാൻ ആ ഒരു വീഡിയോ പരിശോധിച്ചപ്പോൾ അതിനകത്ത് സൂപ്പർ ലെക്സ് എന്ന് പറഞ്ഞൊരു പേര് കണ്ടു. അതൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. 6-7 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആ ഒരു കമ്പനി വീഡിയോ ചിത്രീകരിക്കുന്നതെല്ലാം നിർത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണിത്. അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് കോപ്പികളില്ല. ഇതങ്ങനെ പബ്ലിഷ് ചെയ്യാനായിട്ട് അവരുണ്ടാക്കിയ ഒരു വീഡിയോ ആണെന്ന് തോന്നില്ല. ഇതൊരാൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നിർമ്മിച്ചൊരു വീഡിയോ പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ സാമ്പത്തിക ഇടപാടുകൾ ആ ഒരു സമയത്ത് ഇതുപോലെ എന്തെങ്കിലും സിനിമ നിർമ്മിക്കാനോ അങ്ങനെ എന്തിനെങ്കിലും പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ആയാലും അതിനെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്നു. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, സത്യത്തിലെ ഈ ഒരു സിനിമ ഉണ്ടാക്കിയത് ആരാണ്, അവരെ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ വീഡിയോയിലുള്ള പെൺകുട്ടി, ആ ഒരു പെൺകുട്ടി മരിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ കാണാതായി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ അന്വേഷിച്ച് തുടങ്ങുന്നത്. അതും 6-7 വർഷം മുമ്പേ ചെയ്ത ഒരു സിനിമ ഇത് നിർമ്മിച്ചവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ഹീറോ പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിന്റെ കോപ്പികൾ ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു വീഡിയോ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ ഹീറോയ്ക്ക് ഇത് നിർമ്മിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ക്രിസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഈ ഒരു ഒറ്റ ഫിലിം അല്ലാതെ ഇതിന് വേറെ നെഗറ്റീവുകളോ കോപ്പികളോ ഒന്നുമില്ല. അതാണ് ഹീറോയ്ക്ക് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടുപെടുന്നത്. അങ്ങനെ ഹീറോ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അങ്ങനെ ഹീറോ ആ ഒരു ഫോട്ടോ വെച്ച് തന്നെ കാണാതായ ആൾക്കാരുണ്ടല്ലോ അവരുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അതിലൊരിൽ നിന്നും ഈ ഒരു പെൺകുട്ടിയെ ഹീറോ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. മേരി അന്ന മാത്യൂസ്. 16 വയസ്സുള്ളപ്പോഴാണ് ആ ഒരു പെൺകുട്ടിയെ കാണാതാവുന്നത്. അതും 1993. ഇപ്പൊ എന്തായാലും നമുക്കും അറിയത്തില്ല ആ ഒരു പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ എന്നുള്ള ഒരു കാര്യവും. അങ്ങനെ ഹീറോ ആ ഒരു പെൺകുട്ടിയുടെ വിവരങ്ങളെല്ലാം വെച്ച് ആ ഒരു പെൺകുട്ടിയുടെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോൾ അവളുടെ അമ്മയായിട്ടുള്ള ജാനറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അവർ ഏതോ ഒരു കമ്പനിയിൽ ജോലിയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇതുപോലെ ഞാൻ FBI നിന്ന് വരികയാണ്, നിങ്ങളുടെ മകളെ കാണാതായിട്ടുള്ള ആ ഒരു കേസിനെ പറ്റി അന്വേഷിക്കുകയാണ്. ആ ഒരു കേസ് ഒന്നുകൂടി അന്വേഷിക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ അവരായാലും മേരിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല മേരിക്ക് നിങ്ങളായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാവുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുമല്ല ജാനറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചതിന് ശേഷം രണ്ടാമതൊരാളെ വിവാഹം കഴിച്ചു. ആ ഒരാളായിട്ടാണ് പിന്നീട് ജീവിച്ചിരുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിങ്ങളുടെ ഭർത്താവ് ഏതെങ്കിലും തരത്തില് മേരിയെ ഉപദ്രവിച്ചതായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, എന്റെ ഭർത്താവായാലും മേരിയെ നല്ലതുപോലെ സ്നേഹിച്ചിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഹീറോ
ചോദ്യം ശരി എനിക്ക് കാമുകന്മാരാരെങ്കിലും ഇനിയിപ്പോ അവരോടൊപ്പം ഒളിച്ചോടി പോയതോ അങ്ങനെ എന്തെങ്കിലാണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സുമായിട്ട് വീട്ടിലേക്ക് വരാറുണ്ട്, പക്ഷെ അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല എന്ന് മേരിയുടെ അമ്മ പറയും. അത് കഴിഞ്ഞിട്ട് ഓരോ വർഷവും ഇപ്പോൾ ഒരു 6 വർഷമായാലും മേരിയെ കാണാതായിട്ട് ആ ഒരു 6 വർഷത്തില് അവളുടെ ഫ്രണ്ട്സ് അവളുടെ ജന്മദിനത്തില് അവൾക്ക് അയച്ച ഗിഫ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ആർക്കും അറിയത്തില്ല മേരി എവിടെയാണ്, ഇനി തിരിച്ചു വന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ സാധാരണ ഈ ഒരു കുട്ടികൾ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ ഓടിപ്പോവുകയോ ചെയ്യുമ്പോൾ ഒരു ചെറിയ കത്ത് എന്തെങ്കിലും വീട്ടിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതെല്ലാം പോലീസ് നേരത്തെ തന്നെ വന്ന് ഇവിടെ അന്വേഷിച്ചിരുന്നു, പക്ഷെ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, എനിക്കും അങ്ങനെ ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹീറോയോട് ചോദിക്കുന്നത്. അല്ല നീ ഇവിടെ വരുമ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് എന്റെ മകളെ കിട്ടുമെന്നുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവുമെന്നാണ്, പക്ഷെ നിന്റെ സംസാരത്തിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോ സോറി പറയുമ്പോഴത്തേക്കാണ് ശരി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ തന്നെ ഒന്ന് അന്വേഷിക്കുക എന്നിങ്ങനെ പറയുന്ന സമയത്താണ് ഹീറോ ആ ഒരു റൂം മുഴുവനായിട്ട് അങ്ങനെ അന്വേഷിക്കാണ്. അതേസമയം ആ ഒരു ലേഡിയാണെങ്കിലോ അവർ കിച്ചണിലേക്ക് പോയേക്കാണ്. അങ്ങനെ ഹീറോ മേരിയുടെ മുറി മുഴുവനായിട്ട് അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് കത്തോ ബുക്കുകളോ അങ്ങനെ ഒന്നും കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ടോയ്ലറ്റിലേക്ക് ചെല്ലും. ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു ഫ്ലഷ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ അത് തുറന്ന് നോക്കുന്നതും അതിനകത്ത് നിന്നും ഒരു കവറിലാക്കിയ ഒരു ഡയറി ഇങ്ങനെ കിട്ടുന്നു. അങ്ങനെ ഹീറോ ആ ഒരു ഡയറി എടുത്ത് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിന്നും ഒരു ലെറ്റർ ഹീറോയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലെറ്റർ വായിക്കുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി അത് മേരി എഴുതിയതാണെന്ന്. പക്ഷെ ആ ഒരു ലേഡിയെ കാണിക്കാതെ ഹീറോ ആ ഒരു ലെറ്ററും കൊണ്ട് അവിടെ നിന്ന് വെളിയിലേക്ക് പോകും. അപ്പൊ അതിൽ നമ്മുടെ മേരി ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാനൊരു പയ്യനായിട്ട് ഇഷ്ടത്തിലാണ്, അതുപോലെ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഇനി തനിച്ച് ജീവിക്കാൻ പോവാണ്, ഇനി ഒരിക്കലും അമ്മ എന്നെ കാണത്തില്ല, എന്നെ അന്വേഷിച്ച് വരികയും വേണ്ട, അതുകൊണ്ട് ഞാൻ എന്തായാലും അവനോടൊപ്പം ജീവിക്കാൻ പോവാണ്. ഇത് അമ്മ എന്നെ അടിച്ചത് കൊണ്ടോ അച്ഛൻ എന്നെ ഉപദ്രവിച്ചത് കൊണ്ടോ അതുകൊണ്ടൊന്നല്ല, എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. വാരൻ ആൻഡേഴ്സ് എന്നാണ് അവന്റെ പേര്. അമ്മ ഈ ഒരു കത്ത് വായിക്കുമ്പോഴത്തേക്കും ഞാനും അവനും വിവാഹിതരാവും, അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ പുറകെ വരരുത് എന്നുള്ള രീതിയിൽ ആ ഒരു കത്ത് അവസാനിക്കുമ്പോൾ ഹീറോ അടുത്തതായിട്ട് പോകുന്നത് അവളുടെ ആ ഒരു കാമുവിനെ തിരക്കാണ്. അങ്ങനെ വാരൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തന്റെ അച്ഛനോട് ചെന്ന്, അല്ല നിങ്ങൾക്ക് ഇതുപോലെ വാരൻ ആൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു മകനില്ലേ, അവനിപ്പോ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ എന്തിനാ അവനെ തിരക്കി വന്നേ, പോലീസോ വല്ലതാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ, ഞാൻ അവന് കുറച്ച് പണം കൊടുക്കാനുണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ എന്ത് എന്റെ മകന് പണം കൊടുക്കാനും, ശരി അങ്ങനെ ഒന്ന് നടക്കുന്നുണ്ടെങ്കിൽ ദേ ഇവിടെ നിന്ന് നേരെ അടുത്തൊരു ജയിലുണ്ട്, അതിനകത്താണ് അവൻ കിടക്കുന്നത്, വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടോ എന്ന് പറയുമ്പോൾ ആ ഒരുത്തൻ ഇപ്പോ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് അവൻ ജയിലിലാണ്. അങ്ങനെ ഹീറോ അടുത്തായിട്ട് വാരൻ എന്ന് പറഞ്ഞിട്ട് അവനെ കാണാനായിട്ട് ചെല്ലാണ്. എന്നിട്ട് മേരിയെ പറ്റി അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഇവര് രണ്ടുപേരും ഒളിച്ചോടി പോയതിനു ശേഷം വാരൻ എന്ന് പറഞ്ഞ ഇവനാണെങ്കിൽ കൂടുതലായിട്ട് ഈ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുമായിരുന്നു. അതുമല്ല അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ അവൻ ഉപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾ എവിടേക്കാണ് പോയത്, എന്താണ് ചെയ്യുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി ഹീറോ തന്റെ റൂമിലേക്ക് വന്ന് അവന്റെ ഭാര്യയെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ ശബ്ദത്തിൽ ചെറിയ മാറ്റം കേട്ടിട്ട് തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ വിചാരിച്ചതുപോലെ ഇതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, കുറച്ച് കഠിനമാണ്, എന്നിരുന്നാലും ഒരിക്കലും ഞാൻ ഇത് ഉപേക്ഷിക്കാൻ പോകുന്നില്ല, ഇത് ഏകദേശം അവസാനം എത്താറായി എന്നുള്ള രീതിയിൽ അവന്റെ ഭാര്യയോട് ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഹീറോ പോകുന്നത് ജാനറ്റ് എന്ന് പറഞ്ഞിട്ട് മേരി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ അവളുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന് ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് സംസാരിക്കണം എന്ന് അറിയത്തില്ല. അതുപോലെ ഈ ഒരു കേസിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ച് പോകുന്നത് കൊണ്ട് തന്നെ അവരോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഹീറോ ആ ഒരു ലേഡിയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവരോട് പറയും, ഓക്കെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ പോവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവും നിങ്ങളുടെ മകൾ തിരിച്ചു വരുമെന്ന്, പക്ഷേ നിങ്ങൾക്ക് 2 ചോയ്സ് ഞാൻ തരുവാണ്. ഒന്നുകിൽ നിങ്ങളുടെ മകൾ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല, അവള് വേറെ എവിടെയെങ്കിലും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും, അങ്ങനെ വിശ്വസിച്ച് ഇനി ജീവിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മേരി എന്നേക്കുമായിട്ട് ഈ ഒരു ലോകം വിട്ടുപോയി അവള് മരിച്ചുപോയി എന്ന് വിശ്വസിച്ച് നിങ്ങൾക്ക് ജീവിക്കാം, ഇതിൽ ഏത് ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കും എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അമ്മയ്ക്കായാലും അതിന് മറുപടിയില്ല. എന്നിരുന്നാലും അവർ പറയുന്നുണ്ട്, എനിക്കൊരിക്കലും ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ കഴിയത്തില്ല, പക്ഷെ എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഓക്കെ ഞാനൊന്ന് ടോയ്ലറ്റ് വരെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മേരിയുടെ റൂമിലേക്ക് ചെന്ന് അവളുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ട്, ആ ഒരു ഫോട്ടോയും എടുത്ത് ആ ഒരു ടോയ്ലറ്റിൽ നിന്ന് കിട്ടിയ ആ ഒരു ഡയറി ഉണ്ടല്ലോ, ആ ഒരു ഡയറി മാത്രമേ റൂമിൽ വെച്ചിട്ട് ആ ഒരു ലെറ്റർ അതിലേക്ക് വെച്ചേക്കത്തില്ല, ആ ഒരു ഡയറി മാത്രം വെച്ച് ഹീറോ അവരോട് വന്ന് പറയും, ഓക്കെ നിങ്ങളുടെ മകൾക്ക് എന്ത് സംഭവിച്ചെന്ന് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കും എന്ന് അവർക്കൊരു വാക്കും കൊടുത്ത് ഹീറോ അവിടെ നിന്നും കൂടുതലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഒരു കേസിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് തന്നെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഹോളിവുഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് കൂടുതലായിട്ടും ഈ ഒരു സിനിമകളെല്ലാം നിർമ്മിക്കുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു ഇരുണ്ട ഭാഗം കൂടിയുണ്ട്, അത് വേറെ ഒന്നുമല്ല, ഈ ഒരു പോണോഗ്രാഫി ഉണ്ടല്ലോ അതിന്റെ ഡാർക്ക് ആയിട്ടുള്ളൊരു വശം അത് കൂടുതലായിട്ട് നടക്കുന്നത് ഈ ഒരു സ്ഥലങ്ങളിലാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ എന്തായാലും പറയുന്നില്ല, എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. അങ്ങനെ ഹീറോ നേരെ ചെല്ലുന്നത് ഇതിനെപ്പറ്റിയുള്ള ബുക്കുകളെല്ലാം വിൽക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടേക്കാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരുപാട് ബുക്കുകളെല്ലാം എടുത്ത് ക്യാഷ്യറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ എടുത്ത് നിൽക്കുന്നു ഇവന്റെ പേര് മാക്സ്. ആളാരാണെന്ന് മനസ്സിലായോ? നമ്മുടെ ജോക്കറിലെ പുള്ളിക്കാരനാണ്. അങ്ങനെ അവനോട് കുറച്ചു നേരം സംസാരിക്കുമ്പോഴത്തേക്കാണ്
മാക്സ് ഹീറോയോട് ഒരു കാര്യം ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് ഏത് ഭാഗമാണ് കൂടുതൽ ഇഷ്ടമുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഹീറോ അങ്ങനെ അധികം ഒന്നും സംസാരിക്കാതെ അവന് പണവും കൊടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു വീഡിയോയിൽ കണ്ട ആ ഒരാള് ഈ മുഖംമൂടിയെല്ലാം ധരിച്ചിട്ട് അയാൾ ഇട്ടിരിക്കുന്ന അതേ ഒരു മുഖംമൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഹീറോ പെട്ടെന്ന് മാക്സിനോട് ചോദിക്കും, അല്ല മാക്സ് നിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബുക്ക് ഏതാ, നീ എന്താ വായിക്കുന്നത് ചോദിക്കുമ്പോൾ അവൻ ആ ഒരു കവർ ഭാഗം എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും അത് ഈ ഒരു അഡൾട്ട് ബുക്കാണ്. അപ്പോൾ ഹീറോ പറയും, അതല്ല, സത്യത്തിൽ ഉള്ളിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ പേജ് മാറ്റി കാണിക്കുമ്പോഴത്തേക്കാണ് ഉള്ളിൽ മറ്റൊരു ബുക്കാണ്. ഇവൻ ഇതുപോലൊരു ഷോപ്പ് നടത്തുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ബുക്ക് വായിക്കുന്നത് എന്നുള്ള രീതിയിൽ ഉള്ളിൽ വേറൊരു ബുക്ക് വെച്ചിട്ട് വായിക്കുന്നത്. അങ്ങനെ ഹീറോ അവിടെ നിന്നും ആ ഒരു ബുക്കെല്ലാം വാങ്ങി നേരെ റൂമിലേക്ക് ചെന്നിട്ട് ആ ഒരു ബുക്കും വെച്ചിട്ട് അതേപോലെ തന്നെ ആ ഒരു വീഡിയോയും പ്ലേ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. അതുമല്ല അവന്റെ ഭാര്യയെ വിളിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോയിൽ എന്തോ ഒരു കാര്യം ഹീറോ ഇങ്ങനെ നോട്ട് ചെയ്യും. അപ്പൊ പെട്ടെന്ന് ആ ഒരു ഭാഗം നിർത്തി ഒന്നുകൂടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു മുഖംമൂടിയിട്ട് ആ ഒരുത്തനുണ്ടല്ലോ അയാള് ഇങ്ങനെ നടന്നു വന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കാണ്. അതുമല്ല ആ ഒരു പെണ്ണിനെ കൊല്ലുന്നതിന് മുന്നേ ആ ഒരു കത്തിയെല്ലാം എടുക്കുന്ന സമയത്ത് അവന്റെ തലയുടെ പുറകിലായിട്ട് ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ. പക്ഷെ അത് അത്ര ക്ലിയർ ആവുന്നില്ല. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാല് അടുത്ത ദിവസം തന്നെ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ഒരു ലേഡിയെ വിളിച്ചിട്ട് ഇതേപോലെ പുതിയൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, 6 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ ഒരു വീഡിയോ എടുത്തെങ്കിലും അതിനുള്ളിൽ ഒരാളുടെ തലഭാഗം മാത്രമേ ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഡിജിറ്റൽ ഇമേജിംഗ് സെന്ററിലേക്ക് ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ഒരു ഡിജിറ്റൽ ഇമേജിംഗ് സെന്റർ അവിടേക്ക് ചെന്ന് ഈ ഒരു ചിത്രത്തിലെ പുറകിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ഫോട്ടോ എടുത്ത് അവരെ കാണിക്കുമ്പോൾ അവരായാലും അന്നത്തെ കാലത്തെ ആ ഒരു ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് അത് കുറച്ചുകൂടി ക്ലിയർ ആക്കി എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഒരാൾ തല തിരിഞ്ഞ് നിൽക്കുന്നത് പോലെയാണ് കാണുന്നത്. അപ്പൊ അത് വെച്ചിട്ട് എന്തായാലും വലിയ രീതിയിൽ വിവരങ്ങളൊന്നും കിട്ടത്തില്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ മാക്സ് എന്ന് പറഞ്ഞ അവനെ വീണ്ടും കാണാനായിട്ട് വരികയാണ്. ഇത്തവണ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇതേപോലെ ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ് എന്നുള്ള രീതിയിൽ അവന്റെ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നീ എനിക്ക് കുറച്ച് വിവരങ്ങൾ വേണം, അതിന് ഞാൻ നിനക്ക് എന്തായാലും പണം തരാം എന്നുള്ള രീതിയിൽ ഹീറോ മാക്സിനോട് സംസാരിക്കുമ്പോൾ അവനായാലും കുറച്ച് പണം കിട്ടുമല്ലോ, എന്തായാലും പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയും കൊണ്ട് നേരെ വെളിയിലേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയ്ക്ക് അറിയേണ്ട ആ ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, ഈ ഒരു പോണോഗ്രാഫി ഉണ്ടല്ലോ അതിന്റെ ഇരുണ്ട വശങ്ങള്, അല്ലാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആദ്യം മാക്സ് അതിനെപ്പറ്റി പറയാനായിട്ട് തയ്യാറാവത്തില്ല. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിനക്ക് മൊത്തത്തില് ഈ ഒരു ബുക്കെല്ലാം വിറ്റ് കഴിഞ്ഞാൽ ഒരാഴ്ച എത്ര രൂപ കിട്ടും? ഏകദേശം ഒരു 400 ബക്സ് അത്ര മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ശരി ഞാൻ 500 തരാം, അതിൽ കൂടുതലായില്ലേ, ഇനി എനിക്കുള്ള വിവരങ്ങൾ തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഓക്കെ ശരി എന്തായാലും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ നമ്പർ അവന് കൊടുക്കാണ്. അങ്ങനെ അതും കൊടുത്ത് അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ പുറകെ ആരോ ഒരാൾ അവനെ ഫോളോ ചെയ്യുന്നത് പോലെ ഈ കാറിനകത്ത് നിന്ന് ആരോ ഒരാൾ അവനെ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രിയാകുമ്പോൾ നമ്മുടെ മാക്സ് ഹീറോയും കൂട്ടി ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. അതുമല്ല പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അവിടെ ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിത്തരാം എന്നുള്ള രീതിയിൽ ഹീറോയും വിളിച്ച് ഈ രാത്രി സമയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ആവശ്യം ഹീറോ കണ്ടിരുന്ന ആ ഒരു വീഡിയോയുടെ കോപ്പി വേറെ എവിടെയെങ്കിലും കിട്ടുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ എടുത്ത് അത് ഷൂട്ട് ചെയ്ത് ആരാണെന്ന് എന്തായാലും കണ്ടുപിടിക്കാൻ കഴിയും. ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് വന്ന് അവിടെ ഉള്ള ഒരാളുടെ അവിടെ കുറെ കാസറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു ന്യൂസിലെല്ലാം കണ്ടിരുന്നല്ലോ ഡാർക്ക് വെബ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിലെല്ലാം കിട്ടുന്ന വീഡിയോസ് പോലെയുള്ള ഒരുപാട് വീഡിയോകളാണ് ഇവിടെ നിന്ന് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ടായാലും മാക്സ് പെട്ടെന്ന് മറ്റൊരു ഭാഷയിലെ അവിടെയുള്ള ഒരാളോട് എന്തോ ഒരു കാര്യം ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് മാക്സിനെ തള്ളിക്കളഞ്ഞ് അവരോട് ദേഷ്യപ്പെടുകയാണ്. ഇത് കണ്ട ഹീറോ ഓടി വന്നിട്ട് നിർത്ത് എന്താ പ്രശ്നം എന്നെല്ലാം ചോദിച്ച് ഹീറോ പെട്ടെന്ന് അയാൾക്ക് കുറച്ച് പണം എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, ഇവനെ വിളിച്ച് ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പോകണം എന്നുള്ള രീതിയിൽ അയാളുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഹീറോയിനെ മാക്സിനെയും അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ നമ്മുടെ മാക്സ് എന്താണ് ചോദിച്ചെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, ഒരു പക്ഷേ അയാൾക്കത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാക്സ് ഹീറോയെ കൊണ്ട് മറ്റൊരിടത്തേക്ക് പോവാണ്. ഇവിടെയാണെങ്കിലോ നേരത്തെ ചെന്നെടുത്ത് അതുപോലെയുള്ള വീഡിയോസ് കിട്ടുമെങ്കിൽ അതിന്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ഇവിടെ നിന്ന് കിട്ടും. അതും കൂടുതലായിട്ടും സാധാരണ ഈ ഒരു ലൈംഗികത എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിലോ അതിക്രൂരമായിട്ടും സ്ത്രീകളെ വേദനിപ്പിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന വീഡിയോസ് ആണ്. സത്യം പറയാലോ ഈ ഒരു മൂവി കണ്ടതിന് ശേഷം ഇങ്ങനെയെല്ലാം ഇതിനുള്ളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, അത് മനസ്സിലെ ഒരുപാട് നല്ല രീതിയിൽ പേടിപ്പിച്ചു. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഇതിലേക്ക് ചെന്നുവിടുന്ന ആ ഒരു സ്ത്രീകള് അവരുടെ അവസ്ഥ എന്താവും ഈ ഒരു മൂവി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതലായിട്ടും ഈ ഒരു മൂവി സ്ത്രീകൾക്ക് അധിക നേരം കണ്ടിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഇത് കണ്ട എനിക്ക് തന്നെ വല്ലാണ്ടായിപ്പോയി. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ മൂവിയിലുള്ള ഒരുപാട് കാര്യങ്ങളും ഞാൻ പറയാതെ വെച്ചേക്കാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് അത് പറയാത്തത്. അങ്ങനെ ഹീറോ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു അപ്പൂപ്പൻ അവിടെ ഇരിപ്പുണ്ട്. ആ അപ്പൂപ്പൻ പറയും, അപ്പൂപ്പന്റെ കയ്യിൽ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം, ഒരു 4 എടുത്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കൂടെ തരാന്ന് ഇങ്ങനെ പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് പതിയെ അതിനകത്തേക്ക് ഇങ്ങനെ ചെല്ലാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അവിടെ പ്രൊജക്ടറിൽ ഇതുപോലുള്ള വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തേക്കുന്നു. അതിന് മുന്നിൽ ഒരുപാട് സൈക്കോൾ ഇരിപ്പുണ്ട്. അല്ല ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരെ സൈക്കോ എന്നല്ലാതെ വേറെ ഒന്നും വിളിക്കാനില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു എക്സ്ട്രീം ലെവലിലുള്ള സ്ത്രീകളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ആ ഒരു വീഡിയോസ് അതാണ് അവിടെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ എന്തായാലും പറയുന്നില്ല. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടു തന്നെ ആസ്വദിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നതും അതിൽ
ഇതെല്ലാം കാണുമ്പോൾ ഹീറോയ്ക്ക് എന്തോ പോലെ. അങ്ങനെ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് എന്നിട്ട് ഒരു മുടിയനായിട്ടുള്ള ഒരാളുണ്ട്. അയാളോട് പോയി ഹീറോ പറയും, നിങ്ങൾ കണ്ടതിൽ വെച്ച് എക്സ്ട്രീം ആയിട്ടുള്ള വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വീഡിയോ അത് കാണിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അയാളായാലും അതുപോലുള്ള ഒരു വീഡിയോ നമ്മുടെ ഹീറോയെ കൊടുക്കാണ്. അങ്ങനെ ഹീറോയും മാക്സും അതിങ്ങനെ പ്ലേ ചെയ്ത് കാണുമ്പോഴത്തേക്കാണ് അതിലൊരു ലേഡിയെ ഇവര് അതുപോലെ തന്നെ ഉപദ്രവിച്ച് അവസാനം ഒരു കത്തി ഉപയോഗിച്ചിട്ട് അവരുടെ കഴുത്തറുത്ത് അവരെ കൊല്ലുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ കാണുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഈ ഒരു വീഡിയോ റിയൽ ആയിട്ടുള്ള ഒന്നല്ല, അതിനകത്തുള്ള എല്ലാവരും അഭിനയിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ഹീറോ മനസ്സിലാകും. കാരണം ആ ലേഡിയുടെ കഴുത്തിൽ നിന്ന് വരുന്ന രക്തം അത് ഫേക്ക് ആയിട്ടുള്ള രക്തമാണെന്ന് ഹീറോ പെട്ടെന്ന് മനസ്സിലാക്കി അത് മാക്സിനും ഹീറോ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മാക്സ് ഹീറോയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഹീറോയ്ക്ക് ഇതേപോലെ ഒരു ഭാര്യയുണ്ട്, അതേപോലെ തന്നെ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴേ ഹീറോയ്ക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാതെ വെളിയിലേക്ക് പോകുമ്പോൾ മാക്സ് പറയുന്നുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ മനസ്സിലുള്ള ആ ഒരു നല്ല ചിന്ത മാറി നീയും ഒരു ഈവിളായിട്ട് മാറും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നു. ഹീറോ അതൊന്നും വലിയ കാര്യമാകാതെ വെളിയിലേക്ക് ഇറങ്ങി അവന്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ ഇത്തവണയും അവനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്ന് മാത്രം നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോ പോകുന്നത് ഈ ഒരു ഓർഫനേജ് ഉണ്ടല്ലോ അവിടേക്കാണ്. കാരണം ആരുമില്ലാത്ത അനാഥരായിട്ടുള്ള സ്ത്രീകളെല്ലാം വന്ന് താമസിക്കുന്നത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ്. അങ്ങനെ അവിടേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട് മേരിയുടെ ഫോട്ടോ കാണിച്ച് ഈ ഒരു പെൺകുട്ടി ഇവിടെ താമസിക്കാനായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും അതെ വന്നിട്ടുണ്ട്, ഒരു മാസം മാത്രമേ അവൾ ഇവിടെ നിന്നിട്ടുള്ളൂ, അത് കഴിഞ്ഞ് പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, അവളുടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ അവളുടെ ഫാമിലിയെ കാണുവാണെങ്കിൽ അതെല്ലാം അവർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് മേരി ഉപയോഗിച്ചിരുന്ന ഒരു പെട്ടിയുണ്ട്, അതെടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഹീറോ അത് തുറന്നു നോക്കുന്ന സമയത്താണ് അതിനകത്ത് ഒരുപാട് തുണികളും മറ്റു കാര്യങ്ങളും അതേപോലെ തന്നെ ഉള്ളില് ഒരു ചെറിയ ഡയറി ഉണ്ട്. അതിനുള്ളില് എന്തോ ഒരു പേപ്പർ ഇങ്ങനെ കാണുന്നുണ്ട്. അതെടുത്ത് വായിക്കുമ്പോൾ എന്തോ ഒരു പ്രാർത്ഥന പോലെ ഈ സ്റ്റാറുകളെ നക്ഷത്രങ്ങളെ പറ്റിയെല്ലാം അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോ പോകുന്നത് എഡി എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ വേറെ ആരുമല്ല, ഇതുപോലെയുള്ള സിനിമകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള ആക്ട്രസ് ഉണ്ടല്ലോ അവരെല്ലാം തിരഞ്ഞെടുക്കുന്നത് ഇയാളാണ്. അപ്പൊ അയാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് മേരിയെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം അറിഞ്ഞു കഴിഞ്ഞാലോ എന്നുള്ള രീതിയിൽ ഹീറോ നേരെ അയാളുടെ മുന്നിലേക്ക് ചെന്നിട്ട് മേരിയുടെ ഫോട്ടോ കാണിച്ച് ഈ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ ആദ്യം ഫോട്ടോ നോക്കാതെ തന്നെ ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ വരുന്നതാണ്, ഈ പെൺകുട്ടികളെന്ന് മാന്യമായിട്ടുള്ള രീതിയിലല്ല പറയുന്നത്, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ ഈ ഒരു രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഇവിടേക്ക് വരുന്നതാണ്, എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ ഒരു തവണ കൂടി ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് പറയാനായിട്ട് പറയുമ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് ആ ഒരു ഫോട്ടോ നോക്കി മേരിയുടെ ഫോട്ടോ കാണുന്നതും അയാളുടെ മുഖം ചെറിയ രീതിയിൽ മാറുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയും ഇല്ല എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് എന്തായാലും മനസ്സിലായി ഇവൻ ഈ ഒരു പെൺകുട്ടി അറിയാന്ന്. അപ്പോൾ ഹീറോ ചോദിക്കും അല്ല ഇതിനൊക്കെ ഉറപ്പാണെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് ഉറപ്പാണെന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ ഓക്കെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അപ്പൊ എന്തായാലും ഹീറോ അവനെ സംശയിച്ചു. അതുകൊണ്ട് ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ ഒരു ചെറിയ സ്ഥലം അവന് തങ്ങാനായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് എഡി എന്ന് പറഞ്ഞ അവൻ സംസാരിക്കുന്ന ആ ഒരു ഫോണിൽ ഒരു ട്രാക്കറും ഫിക്സ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അവൻ അവിടെ ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നു ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയ്ക്കും ഇവിടെ കേൾക്കാൻ കഴിയും ആ ഒരു രീതിയിൽ. എന്നിട്ട് 1-2 ദിവസമായിട്ട് അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്. മേരി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ പറ്റി അവനോട് സംസാരിച്ചെന്നല്ലോ, അതിനെപ്പറ്റി ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് കൂടുതലായിട്ട് അറിയേണ്ടത്. അങ്ങനെ ഇപ്പൊ ഇത്രയും ദിവസമായിട്ടും ഹീറോയ്ക്ക് ഒരു വിവരം കിട്ടുന്നില്ല. അപ്പൊ ഹീറോ വേറെ വഴിയില്ലാതെ അടുത്ത ദിവസം നമ്മുടെ എഡിയെ വിളിച്ചിട്ട് ഇതുപോലെ മേരി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ തിരക്കി ഞാൻ അവിടെ വന്നിരുന്നു, എനിക്കറിയാം നിനക്ക് ആ ഒരു പെൺകുട്ടിയെ നല്ലതുപോലെ അറിയാന്ന്, നീ എന്തായാലും ആ ഒരു പെൺകുട്ടിയെ കൊന്നതും എനിക്കറിയാം, അതുകൊണ്ട് മര്യാദയ്ക്ക് ഉള്ള സത്യങ്ങൾ എന്നോട് പറയേ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാവൂന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട എഡി ആണെങ്കിലും നല്ലതുപോലെ പേടിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യും. അപ്പോ ഹീറോ ആണെങ്കിലും ഇവിടെ നിന്ന് പ്രതീക്ഷയിൽ നിൽക്കണം, അവൻ ആരെങ്കിലും വിളിക്കും, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാലേ ഹീറോയ്ക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ഹീറോയും ഓക്കെ ആരെങ്കിലും വിളിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എഡി ആണെങ്കിൽ ഇപ്പോൾ മറ്റൊരാളെ വിളിച്ചിട്ട് ഈ ഒരു പെൺകുട്ടിയെ പറ്റിയുള്ള കാര്യം സംസാരിക്കണമെന്ന് പറയുമ്പോൾ ആ ഒരാളാണെങ്കിൽ എഡിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് എഡി വിളിച്ച ആ ഒരു നമ്പർ അത് ഏതാണെന്ന് നോട്ട് ചെയ്ത് അത് ആരുടേതാണെന്ന് ഇങ്ങനെ തിരക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മാക്സ് പറയുന്നത് അയാളുടെ പേര് ഡീനോ, അയാളുടെ സംവിധായകനും അതേപോലെ തന്നെ നിർമ്മാതാവുമാണ്, കൂടുതലായിട്ടും ചിത്രീകരിക്കുന്നത് ഇതുപോലെയുള്ള ചിത്രങ്ങളാണ്. അതുമല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിർമ്മിക്കുന്നത് ഇവനാണ്, അവന് മാത്രമേ അതുപോലുള്ള ഒരു മൈൻഡ് ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ മാക്സ് അവനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ മാക്സിനെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് റൂം എടുക്കുകയാണ്. ഇപ്പൊ ഈ ഒരു അന്വേഷണത്തിൽ നമ്മുടെ ഹീറോയെ സഹായിക്കാൻ വേണ്ടി മാക്സും അവനോടൊപ്പം ഉണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും അവർക്കായിട്ടുള്ള റൂമിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഹീറോ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരെ വിളിച്ച് നിങ്ങളുടെ ഭർത്താവ് 1992 കാലഘട്ടത്തിൽ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഒരുപാട് പണം ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം തിരക്കുമ്പോഴത്തേക്കാണ് ഏതോ ഒരു ചിത്രം നിർമ്മിക്കാൻ വേണ്ടി $1 മില്യൺ അവരുടെ ഭർത്താവ് ചിലവാക്കിയതായിട്ടും അതിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കണക്കില്ല, പക്ഷേ
പല അക്കൗണ്ടുകളിലായിട്ട് ഈ ഒരു പണം അയച്ചു കൊടുത്തതായിട്ടും ക്രിസ്ത്യൻ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ എനിക്കൊരു $50,000, അതേപോലെ തന്നെ മറ്റൊരു $50,000. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് ഒന്ന് നമ്മൾ കണ്ട ആ ഒരു ചിത്രം അത് നിർമ്മിച്ച ആ ഒരാൾക്ക് കൊടുക്കാനും അതേപോലെ തന്നെ അതിനകത്ത് മുഖം മൂടിയിട്ട ഒരാളുണ്ടല്ലോ അയാൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർ പറയും ഓക്കെ നിങ്ങൾ പറയുന്നത് പോലെ അഡ്രസ് അയച്ചാൽ മതി, അതിലേക്ക് ഞാൻ എന്തായാലും പണം അയക്കാന്ന് പറഞ്ഞ് ആ ഒരു ലേഡി ഫോൺ കട്ട് ചെയ്യുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ഡിനോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംവിധായകൻ അവൻ നിർമ്മിച്ച ഇതുപോലെയുള്ള ചിത്രങ്ങളുണ്ടല്ലോ അത് ഒരുപാടെണ്ണം ഇങ്ങനെ പ്ലേ ചെയ്ത് കാണാണ് എന്തെങ്കിലും ക്ലൂ കിട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ കണ്ടു പോകുമ്പോഴത്തേക്കും അതിലെ മേരി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണെ കൊന്ന മുഖം മൂടിയിട്ട് ആ ഒരാൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ അയാളുടെ കയ്യിലൊരു ടാറ്റു കാണുന്നുണ്ട്. ഈ ഒരു ടാറ്റു കാണുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് അതാരാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ മാക്സിനെ കൊണ്ട് കാണിച്ചിട്ട് അല്ല ഈ ഒരാൾ ആരാണ്, അയാളെ പറ്റി എന്തെങ്കിലും അറിയുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മാക്സ് പറയും ഇവൻ എപ്പോഴും ഇതേപോലെ മുഖംമൂടി ധരിച്ചിരിക്കും, അവനെ മെഷീൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, പക്ഷെ അവന്റെ യഥാർത്ഥ പേര് എന്താണെന്ന് ആർക്കും അറിയത്തില്ല, അവന്റെ യഥാർത്ഥ മുഖം എന്താണെന്നും ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മാക്സ് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ എക്സ്ട്രീം ആയിട്ടുള്ള ഇതുപോലെയുള്ള വീഡിയോസുകളിൽ സ്ത്രീകളെ ഒരുപാട് ഉപദ്രവിക്കുമെന്ന്. അതുപോലെയുള്ള ഒരുപാട് വീഡിയോസുകളിലും കൂടുതലായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഈ മുഖംമൂടി ധരിച്ച മെഷീൻ എന്ന് പറഞ്ഞ ആ ഒരാളാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ മാക്സ് ഹീറോയോട് പറയുമ്പോൾ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഹീറോ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാല് ഡിനോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംവിധായകനുണ്ടല്ലോ അവനെ പോയി കാണുക, അതേപോലെ തന്നെ അവന് പണം കൊടുത്ത് ഹീറോയ്ക്കും ഇതുപോലൊരു മൂവി നിർമ്മിക്കണം എന്നുള്ള രീതിയിൽ അവന്റെ അടുത്തേക്ക് ചെന്ന് ആ ഒരു മുഖംമൂടി ധരിച്ച ആ ഒരാള് അതാരാണെന്ന് മനസ്സിലാക്കുക. ഇതാണിപ്പോ നമ്മുടെ ഹീറോയുടെ പ്ലാൻ. അതനുസരിച്ച് ഹീറോയും മാക്സും ഡിനോ എന്ന് പറഞ്ഞിട്ട് ആ ഒരാളെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ ഡോറിനടുത്ത് വന്നിട്ട് ഇതുപോലെ ഡിനോയെ കാണണമെന്ന് പറയുമ്പോൾ ആദ്യം അയാൾ സമ്മതിക്കത്തില്ല. അപ്പോ ഹീറോ പറയും ഇതുപോലെ അവന് പണം കൊടുക്കാനായിട്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അവര് പെട്ടെന്ന് ഡോർ തുറന്ന് ഹീറോയും മാക്സും നേരെ മുകളിലേക്ക് ചെല്ലാണ്. അങ്ങനെ ഡിനോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംവിധായകനെ ഇവർ കാണുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മാക്സ് ആണ് ഹീറോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു മൂവി ചിത്രീകരിക്കണം എന്ന ആഗ്രഹമുണ്ട്, അതും വളരെ എക്സ്ട്രീം ആയിട്ടുള്ള, എത്ര പണം വേണമെങ്കിലും അദ്ദേഹം തരും എന്നെല്ലാം പറയുമ്പോൾ ഡിനോ ആയാലും ഹീറോയോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അതെ നിങ്ങളുടെ മൂവികളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ വലിയൊരു ആരാധകനാണെന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും ഓക്കെ ഏത് മൂവിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഹീറോ പെട്ടെന്ന് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല, പക്ഷേ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് അങ്ങനെയൊന്നുമില്ല എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഹീറോ അതങ്ങ് പറഞ്ഞൊപ്പിക്കുകയാണ്. അതുമല്ല അഡ്വാൻസ് ആയിട്ട് ആ ഒരു $50,000 ഉണ്ടല്ലോ അത് കൊടുത്തിട്ട് ഹീറോ പറയും ഇതുപോലെ എനിക്ക് 1-2 നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ തന്നെ ആ ഒരു മൂവി സംവിധാനം ചെയ്യണം, അതേപോലെ ആ ഒരു മുഖംമൂടി ധരിച്ച ആ ഒരാളുണ്ടല്ലോ അയാളെയും എനിക്ക് ഈ ഒരു മൂവിയിൽ ആവശ്യമുണ്ട്. അതുപോലെ എനിക്കൊരു ഫ്രാഞ്ചൈസി പോലെ അങ്ങനെയൊന്നും ആവശ്യമില്ല, എനിക്കായിട്ട് മാത്രം ഒരു വീഡിയോ നിങ്ങൾ നിർമ്മിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിൽ ഹീറോ പറയുമ്പോൾ അയാളായാലും അതിന് സമ്മതിക്കുകയും ചെയ്യാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇയാൾ കൊണ്ടുവരുന്ന ആ ഒരു മുഖംമൂടി ധരിച്ച ആ ഒരാളുണ്ടല്ലോ അയാൾ വന്നു കഴിഞ്ഞാൽ ഹീറോയ്ക്ക് ബാക്കി എല്ലാം എളുപ്പമായി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഹീറോ ഈ ഒരു രീതിയിൽ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ മാക്സിനോട് ഹീറോ പറയും ശരി നിന്റെ ജോലി എന്തായാലും കഴിഞ്ഞിരിക്കുന്നു, നീ ഇവിടെ നിന്ന് പോയിക്കോ, ഇനി നിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ മാക്സ് പറയും ഹേയ് ടോം നീ എന്തായി പറയുന്നത്, പകുതിയിൽ വെച്ചിട്ട് എന്നെ ഉപേക്ഷിക്കുകയാണോ, ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഇല്ല ഇനി എന്തായാലും നിന്റെ ആവശ്യമില്ല, കാരണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് നിന്റെ ജീവൻ പണയം വെക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല, നീ ഇത്രയും സഹായിച്ചത് തന്നെ ഒരുപാട് നന്ദിയുണ്ട്, നീ എന്തായാലും ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ നമ്മുടെ മാക്സിന് ഒട്ടും വിട്ടുപോകാനായിട്ട് താല്പര്യമില്ല, കാരണം ഹീറോയുടെ ഒപ്പം ഈ ഒരു കാര്യം ചെയ്തിട്ട് മാക്സിനും അത് പൂർത്തിയാക്കണമെന്നുണ്ട്. പക്ഷെ ഹീറോ ആണെങ്കിലോ മാക്സിനെ ഒരിക്കലും തന്റെ കൂടെ നിർത്തത്തില്ല, കാരണം ഈ ഒരു സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും ഹീറോയെ കൊല്ലും. ആ ഒരു കാര്യം ഹീറോയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഡിനോ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള പണവുമായിട്ട് ആ ഒരു മൂവി ചിത്രീകരിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അതൊരു പഴയ വലിയൊരു ബിൽഡിംഗ് ആണത്. അങ്ങനെ അതിന്റെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഡിനോ ആണെങ്കിലോ ഒരു ആരോപം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അതുമല്ല കുറച്ച് മുന്നിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ മുഖംമൂടി ധരിച്ച ആവർത്തനുണ്ടല്ലോ അവൻ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഹീറോയോട് കുറച്ചു നേരം അയാൾ സംസാരിച്ച് പതിയെ ഹീറോയുടെ അടുത്തേക്ക് ആ ഒരു മുഖംമൂടി ധരിച്ചവൻ വന്ന് നിൽക്കുന്നതും അതിനകത്തേക്ക് മറ്റൊരു കാർ വരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കും അല്ല അഭിനയിക്കാനുള്ള ആളുകളൊക്കെ എവിടെ, പെൺകുട്ടികളൊക്കെ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഡിനോ പറയും അവരെല്ലാം വരുന്നുണ്ട്, എന്തായാലും വെയിറ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ട് ഹീറോയുടെ നേർക്ക് ആ ഒരു അമ്പും വില്ലും ഇങ്ങനെ നീട്ടുകയാണ്. അപ്പോൾ ഹീറോ പറയും അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇത് തമാശയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡിനോ ആ ഒരു മാസ്ക് ധരിച്ചല്ലോ അവനോട് പറയും അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് അത് താഴേക്ക് വെക്കാൻ പറയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ പേരിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അപ്പോൾ വേറെ ഒന്നുമല്ല ഹീറോ ആരാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവരെങ്ങനെയോ മനസ്സിലാക്കി. അതേസമയം അവിടേക്ക് ഒരു കാർ വരുന്നതും പെട്ടെന്ന് ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്നത് എഡ്ഡി എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനുണ്ടല്ലോ അവനാണ്. അവൻ ഇവിടേക്ക് വരുന്നതും ഇവരെന്താ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ ഹീറോയെ പിടിച്ച് ആ ഒരു കട്ടിലേക്ക് കൊണ്ട് കിടത്തിയിട്ട് അവന്റെ കൈ അങ്ങ് വില കിട്ടുപോയി. അതുകൊണ്ട് ഹീറോയ്ക്ക് അനങ്ങാൻ കഴിയത്തില്ല. അങ്ങനെ ഹീറോയുടെ മുകളിലേക്ക് ആ ഒരു ഭ്രാന്തനായിട്ടുള്ള ഡിനോ കയറിയിരുന്നു. ഓക്കെ ഇനി ഒരാളും കൂടിയുണ്ട് എന്നുള്ള രീതിയിൽ എന്നെ കാണിക്കുമ്പോൾ ഇവിടെയാണ് ഒരു 1.5 ടെസ്റ്റ്. വേറെ ഒന്നുമല്ല മിസ്റ്റർ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയാണല്ലോ ഹീറോയ്ക്ക് ഈ ഒരു ജോലി ഏൽപ്പിച്ചത്.
അതുപോലെ അവരുടെ വക്കീലായിട്ടുള്ള ഡാനിയൽ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കണ്ടിരുന്നല്ലോ. ആ ഒരാള് ഇവിടേക്ക് തന്നെ നടന്നു വരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാല് ഹീറോയെ ഇവർക്ക് ഒറ്റിക്കൊടുത്തത് ഡാനിയൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരുത്തൻ തന്നെയാണ്. അതുപോലെ ഇതിന് മുന്നേയുള്ള ഒരുപാട് സീനുകളിൽ നമ്മൾ കണ്ടിരുന്നു ആരോ ഒരാളെ നമ്മുടെ ഹീറോയെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതായിട്ട്. അതും ഡാനിയൽ എന്ന് പറഞ്ഞ ഈ ഒരു വക്കീല് തന്നെയാണ്. അപ്പോഴേക്കും ഡിനോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ഭാര്യയും കുട്ടിയും അവരുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നീ ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിന്റെ കയ്യിലുള്ള ആ ഒരു ഫിലിം അതിവിടേക്ക് കൊണ്ടുവരിക, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് നിനക്കറിയാലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയെ ഭീഷണിപ്പെടുത്താണ്. എന്നിട്ട് ഡിനോ എന്ന് പറഞ്ഞ അവൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ ഇപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ മാക്സിനെ ഇവർ പിടിച്ചു വെച്ചേക്കുന്നു. അതുപോലെ മാക്സിനെ നല്ലതുപോലെ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആ ഒരു കുരിശു പോലെ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് കൊണ്ടുവന്ന് മാക്സിനെ അങ്ങനെ കെട്ടിയിടും. നീ ആ ഒരു ഫിലിം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ പുറകെ എന്തായാലും ഞങ്ങളുടെ ആളുകൾ പോവും. അതുകൊണ്ട് അത് കൊണ്ടുവരാൻ പറയുമ്പോൾ ഹീറോ പറയും ഓക്കെ ശരി, മാക്സിനെ ഒന്നും ചെയ്യരുത്, അവനെ വിട്ടേക്ക്, ഞാൻ എന്തായാലും അത് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അവർ പറയും ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡാനിയൽ എന്തായാലും നിന്റെ പുറകെയുണ്ട്, അവന് നിന്നോടൊപ്പം വരുമെന്ന് പറഞ്ഞിട്ട് ഒരു തോക്കും വെച്ച് ഡാനിയൽ എന്ന് പറഞ്ഞ ആ ഒരു വക്കീല് ഹീറോയുടെ കൂടെ തന്നെ പോവാണ്. ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഹീറോ താഴേക്ക് പോകുന്ന സമയത്ത് ആ ഒരു വക്കീലുണ്ടല്ലോ വാടുവാൻ അവനോട് ചോദിക്കുന്നുണ്ട്, അപ്പോ നീയാണല്ലേ ഇതിനെല്ലാം പിന്നില്, എന്താണ് നടന്നത് എന്ന് അവനോട് പറയാൻ പറയുമ്പോൾ അപ്പോഴാണ് ആ ഒരു വക്കീല് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു വക്കീലല്ലേ ഈ ഒരു കാര്യങ്ങൾ ചെയ്തത്. ഇതുപോലെ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് ഉണ്ടല്ലോ മരിച്ചുപോയ, അയാൾ ആവശ്യപ്പെട്ടിട്ടാണ് ഡാനിയൽ ഇതുപോലെ ഒരു വീഡിയോ നിർമ്മിക്കാനായിട്ട് തയ്യാറായത്. അതുപോലെ ആ ഒരു സമയത്ത് ഇത്രയും ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോകളൊന്നും അധികമായിട്ട് ഇല്ലായിരുന്നു. പക്ഷെ അയാൾക്ക് അതുപോലെയുള്ളൊരു വീഡിയോ തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഡാനിയല് ഇതുപോലൊരു വീഡിയോ നിർമ്മിക്കാനായിട്ട് ഇവരോട് ആവശ്യപ്പെടുമായിരുന്നു. അവരാണെങ്കിലോ അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് മേരിയെയും. അങ്ങനെയാണ് ഇവർ ആ ഒരു വീഡിയോ തന്നെ നിർമ്മിച്ചത്. അതുമല്ല ഡാനിയല് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നിനക്ക് ആ ഒരു ജോലി തരുമ്പോൾ ഒരു സാധാരണ ഡിറ്റക്റ്റീവ്, അതും വില കുറഞ്ഞൊരു ഡിറ്റക്റ്റീവ് എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയും നീ കണ്ടുപിടിച്ച് ഇവിടെ വരെ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് നമ്മുടെ ഡാനിയൽ ഇങ്ങനെ പറയും. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഇത്രയും ചെയ്തിട്ട് ഒട്ടും മനസാക്ഷിയില്ലേ? നിനക്ക് ആ ഒരു പെൺകുട്ടി ആരാണെന്നറിയോ? അവൾക്ക് എത്ര പ്രായമുണ്ടെന്ന് നിനക്കറിയോ? അത് ഇതുവരെയെങ്കിലും നീ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡാനിയൽ പറയും, അല്ല അതൊക്കെ ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ്? ഏതോ ഒരു പെണ്ണ്, അവള് മരിച്ചാൽ എനിക്കെന്ത് എന്നുള്ള രീതിയിൽ അവനിങ്ങനെ സംസാരിക്കും. അതുമല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സത്യത്തിൽ ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു വക്കീലിനെ ഇതുപോലൊരു വീഡിയോ നിർമ്മിക്കാൻ വേണ്ടി ആ മരിച്ചുപോയ ആ ഒരാള് അയാൾ കൊടുത്തത് $1 മില്യൺ. പക്ഷേ ഈ ഒരു വീഡിയോ നിർമ്മിച്ചവർക്ക് ഡാനിയൽ കൊടുത്തത് അത്ര പോലും ഇല്ല, അതിന്റെ പകുതി മാത്രം. കാരണം പകുതി പണം കൊടുത്ത് അവരെ പറ്റിക്കുകയും കൂടി ചെയ്യുമായിരുന്നു. ആ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി. എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ ഹീറോ ഒരു സീനിൽ വിളിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഭർത്താവ് പണം ഇടപാടുകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പൊ അവരായാലും പറയുന്നുണ്ട് $1 മില്യൺ പല അക്കൗണ്ടുകളിലായിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ മനസ്സിലാക്കിയത്. അങ്ങനെ ഹീറോയുടെ കാറിനടുത്തേക്ക് വന്നിട്ട് ഹീറോയുടെ കാറിനുള്ളിലാണ് ആ ഒരു ഫിലിം ഇരിക്കുന്നത്. അതെടുത്ത് തരാൻ പറയുമ്പോൾ ഹീറോ അപ്പോഴും ആലോചിച്ചിട്ട്, ഓ അപ്പൊ ആ ഒരു വീഡിയോയില് ഈ ഒരു വീഡിയോ എല്ലാം ചിത്രീകരിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയെ നിന്റെ മുന്നിൽ വെച്ച് കീറി മുറിക്കുന്ന സമയത്ത് നീ അതിന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ ചോദിക്കുന്നതും. ഹീറോ ഒരു സീനില് ആ ഒരു വീഡിയോയിൽ ആരോ തിരിഞ്ഞു നിൽക്കുന്നത് പോലെ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്തിരുന്നല്ലോ, അത് സത്യം പറഞ്ഞാല് ഡാനിയലായിരുന്നു. അതുപോലെ ഹീറോ ഇപ്പൊ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു പെൺകുട്ടിയെ അതുപോലെ ക്രൂരമായിട്ട് ഇവര് കൊന്നതുകൊണ്ടാണ്. അതിലൊരു പശ്ചാത്തലവും നിങ്ങൾക്കില്ലേന്നെല്ലാം ചോദിക്കുമ്പോൾ ഡാനിയൽ അതിനൊന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ ഹീറോ പതി ആ ഒരു ബോക്സ് തുറന്ന് ആ ഒരു ഫിലിം എടുക്കുന്ന കൂടെ തന്നെ ഒരു കത്തിയും പതിയെ എടുത്ത് കയ്യിലിങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കും. എന്നിട്ട് ഡാനിയലിനോടൊപ്പം വീണ്ടും മുകളിലേക്ക് വന്നിട്ട് ഡിനോയോട് പറയും, ശരി നിങ്ങൾ പറഞ്ഞ ആ ഒരു ഫിലിം ഇതാണ്, ഇനി എന്തായാലും മാക്സിനെ വെറുതെ വിട് എന്നിങ്ങനെ പറയുന്ന ആ ഒരു സമയത്ത് ആ മുഖംമൂടി ധരിച്ച മെഷീൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അവനോട് പറയും, നമ്മുടെ ടോം പറഞ്ഞതുപോലെ തന്നെ മാക്സിനെ വെറുതെ വിടാൻ പറയുന്നതും ആ ഒരു തടിയൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു കത്തി കൊണ്ടുവന്ന് നമ്മുടെ മാക്സിന്റെ കഴുത്തങ്ങാർക്കും. അപ്പൊ മാക്സ് എന്തായാലും അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഇവരെല്ലാവരും അടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഹീറോയെ ചവിടി താഴെക്കിട്ട് അവരൊരു 3-4 പേരുണ്ടല്ലോ അവരെല്ലാം കൂടി നല്ലതുപോലെ ഹീറോയെ അടിക്കുകയാണ്. അത് കഴിഞ്ഞ് ഹീറോയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഒരു ഫിലിം അതാണെങ്കിലോ വലിച്ച് താഴെക്കിട്ട് അത് മൊത്തം കത്തിച്ച് കളയുകയും ചെയ്യുന്നു. കാരണം ഈ ഒരു ഒറ്റ ഫിലിം മാത്രമേ ഉള്ളായിരുന്നു. ഇതല്ലാതെ നമ്മുടെ ഹീറോയ്ക്ക് ഇനി പോലീസിനെ കാണിക്കാനായിട്ടോ വേറെ ആരെ കാണിക്കാനായിട്ടും ഒരൊറ്റ തെളിവ് പോലും ഇല്ല. അങ്ങനെ അത് കത്തുമ്പോഴത്തേക്കും ഡിനോ പറയുന്നുണ്ട്, ഓക്കെ നീ പറഞ്ഞ ആ ഒരു പെൺകുട്ടിയില്ലേ അവളുടെ ഓർമ്മ ഇതോടെ ഇല്ലാതായി, ഇനി ആരും അവളെ കണ്ടുപിടിക്കാനും പോകുന്നില്ല, അവളെ കുറിച്ച് ആരും ഓർക്കാനും പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ നല്ലതുപോലെ കരയുന്നുണ്ട്. എന്നിട്ടാണ് ഹീറോ അടുത്തൊരു ടെസ്റ്റ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ഓ ആ ഒരു $1 മില്യൺ അത് നിങ്ങൾക്ക് കിട്ടിയപ്പോ സമാധാനമായല്ലോ എന്നെല്ലാം പറയുമ്പോ ഇവർ പറയും, എന്ത് $1 മില്യൺ അത്രയൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോ ഹീറോ പറയും, ഹേയ് അങ്ങനെയല്ല, ഈ ഒരു മൂവി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഡാനിയലിന് അവന്റെ ബോസ് $1 മില്യൺ ആണ് കൊടുത്തത്, അപ്പൊ അത്രയും പണം നിങ്ങൾക്ക് തന്നില്ല എന്നിങ്ങനെ ചോദിക്കുന്നതും അവിടെ ഡാനിയൽ ചെയ്ത ആ ഒരു കള്ളത്തരം എന്താണെന്ന് ഇപ്പോ ഹീറോ പാതിയെ ഇവരുടെ മുന്നിൽ വെച്ച് പൊളിക്കാണ്.
അപ്പൊ ഇതുകൂടി കേൾക്കുന്നതും ഡാനിയൽ പറയും, ഹേയ് അവൻ പറയുന്നത് വെറുതെയാണ്, നിങ്ങൾ ആരും അത് വിശ്വസിക്കരുത് എന്നെല്ലാം പറയുമ്പോൾ ഡീനോ, എഡ്ഡി, അതേപോലെ തന്നെ മെഷീൻ എന്ന് പറഞ്ഞ ഒരു തടിയൻ, ഇവര് മൂന്നുപേരും ഡാനിയലിന്റെ നേരെ തിരിഞ്ഞിട്ട് ഇത് സത്യമാണെന്നെല്ലാം ചോദിക്കുമ്പോൾ ഡാനിയലിനെ ഇനി പിടിച്ചു നിൽക്കാനായിട്ട് ഒന്നുമില്ല. കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു എന്നാകുമ്പോഴത്തേക്കും ഡാനിയൽ പെട്ടെന്ന് തോക്കെടുത്തിട്ട്, ഏയ് അനങ്ങരുത്, എന്റെ അടുത്തേക്ക് വരരുത്, അതെല്ലാം കഴിഞ്ഞതാണ്, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നു, ഇതെല്ലാം ഇവിടെ അവസാനിച്ചു എന്നുള്ള രീതിയിൽ തോക്കും വെച്ച് പതിയെ ആ ഒരു കാറിനടുത്തേക്ക് പോയിട്ട് അവൻ കാർ തുറന്ന് ഉള്ളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോയെ ആ ഒരു കട്ടിൽ കെട്ടിയിട്ടേക്കല്ലേ, അതുമല്ല ഹീറോയുടെ ടേബിളിന് മുന്നിലായിട്ട് തന്നെ അവന്റെ തോക്ക് ആ ഒരു ബുള്ളറ്റ് എല്ലാം ഊരി ഇങ്ങനെ വെച്ചേക്കാണ്. അത് ഹീറോ കൈ എത്തി എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. അതേസമയം എഡ്ഡി ആണെങ്കിലും പറയുന്നുണ്ട്, ഓ അപ്പൊ നീ പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കണം എന്നെല്ലാം പറയുമ്പോൾ ഡാനിയൽ പെട്ടെന്ന് എഡ്ഡിയോട് പറയും, നിന്റെ തോക്ക് എന്റെ കാറിനടിയിലേക്ക് ഇടാൻ പറയും. അപ്പോൾ എഡ്ഡി ആയാലും പേടിച്ചിട്ട് ആ ഒരു തോക്കെടുത്ത് ഡാനിയുടെ കാറിനടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതും ഇപ്പൊ ആ ഒരു അമ്പും വില്ലുമായിട്ട് നിൽക്കുന്നത് ഡിനോ എന്ന് പറഞ്ഞ ആവർത്തനാണല്ലോ. അവനോട് പറയും ആ ഒരു അമ്പും വില്ലും താഴെ വെക്കാനായിട്ട്. അപ്പോഴേക്കും ഡിനോ പെട്ടെന്ന് ഓക്കെ താഴെ വെച്ചു, ഓക്കെ ആക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു അമ്പും വില്ലും ഡാനിയലിന്റെ നെഞ്ചിലേക്ക് വിട്ടുകൊടുക്കും. അങ്ങനെ അമ്പും വില്ലും നെഞ്ചിലേക്ക് തറച്ചു കയറുമ്പോൾ ഡാനിയൽ പെട്ടെന്ന് എന്താ ചെയ്യുന്നത് വെച്ചാല് ഡിനോ എന്ന് പറഞ്ഞ അവന്റെ കഴുത്തിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും പതിയെ താഴേക്ക് വന്ന് വീഴുന്നതും ഡിനോയുടെ കഴുത്തില് ആ ഒരു ബുള്ളറ്റ് കൊണ്ട് അവൻ മരിക്കാറായി. ആ ഒരു സമയത്ത് ആ മുഖംമൂടി ധരിച്ച മെഷീൻ എന്ന് പറഞ്ഞ ആവർത്തനല്ലോ അവനോട് പറയും എല്ലാവരെയും കൊല്ലി എന്നിങ്ങനെ ആവശ്യപ്പെടുന്നതും ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോ പതിയെ ആ ഒരു തോക്ക് കയ്യെത്തി എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട എഡ്ഡി ഉണ്ടല്ലോ അവൻ ഓടി വന്ന് ഹീറോയെ തടയാൻ ശ്രമിക്കുമ്പോൾ ഹീറോ അവനെ ചവിട്ടി താഴേക്കിട്ട് ആ ഒരു തോക്ക് എത്തിയെടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു മെഷീൻ എന്ന് പറഞ്ഞ ആ തടിയൻ അവൻ ഓടി വന്ന് ഹീറോയെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അടുത്തിരിക്കുന്ന ഒരു കമ്പി എടുത്ത് അവന്റെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്, ആ ഒരു കുത്തും കൊണ്ട് അവൻ താഴേക്ക് വീഴുന്ന സമയം കൊണ്ട് തന്നെ ഹീറോ ആ ഒരു തോക്ക് ഇങ്ങനെ കയ്യെത്തിയെടുക്കും. അതേസമയം എഡ്ഡി ആണെങ്കിൽ ആ ഒരു കാറിനടിയിൽ കിടക്കുന്ന ആ ഒരു തോക്കെടുക്കാനായിട്ട് അവിടേക്ക് പോവാണ്. അങ്ങനെ എഡ്ഡി തോക്കെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഹീറോ പതിയെ അതിൽ നിന്ന് ഒരു ബുള്ളറ്റ് മാത്രം എടുത്ത് ആ ഒരു തോക്കിലേക്ക് ലോഡ് ചെയ്ത് പെട്ടെന്ന് എഡ്ഡിയോട് പറയും, എഡ്ഡി ഇനി അനങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യും, അതുകൊണ്ട് മാറാൻ പറയുമ്പോൾ എഡ്ഡി പതിയെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കാണ്. ഇവിടെയാണെങ്കിൽ ആ ഒരു തടിയനെ കുത്തുകൊണ്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നു. അതുമല്ല ഹീറോ ആണെങ്കിൽ ഒരൊറ്റ ബുള്ളറ്റ് മാത്രമേ തോക്കിൽ ഇട്ടിട്ടുള്ളൂ. അത് മനസ്സിലാക്കി എഡ്ഡി പറയും, മെഷീൻ അവന്റെ കയ്യിൽ ഒറ്റ ബുള്ളറ്റേ ഉള്ളൂ, പോയി തടയാൻ പറയുമ്പോൾ അതിന് മുന്നേ തന്നെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു തോക്കെടുത്ത് ആ ഒരു വിലങ്ങ് അങ്ങ് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കും. എന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്ത് ആ ഒരു തോക്കും കൊണ്ട് അവിടെ നിന്ന് താഴേക്ക് ഓടുകയാണ്. അപ്പോഴേക്ക് എഡ്ഡി ആണെങ്കിലോ ഹീറോ പുറകെ തന്നെ വരുന്നുണ്ട് അവനെ കൊല്ലാനായിട്ട്. ഹീറോ ഓടി ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അവന്റെ കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതും ഡിനോ പുറകെ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഹീറോ എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ അവന്റെ ഭാര്യനെ വിളിച്ചിട്ട് ഇതുപോലെ സേഫ് ആയിട്ട് ഒരിടത്തേക്ക് മാറി നിൽക്കും, ഞാൻ വരുന്നത് വരെ സേഫ് ആയിട്ട് എവിടെയെങ്കിലും നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ അവന്റെ ഭാര്യയെ കാണാനായിട്ട് വരുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ ആ ഒരു വിലങ്ങ് അതേപോലെ തന്നെ മുറിവ് ഇതെല്ലാം കാണുമ്പോൾ ആ ഒരു ഭാര്യയ്ക്ക് നല്ല വിഷമമുണ്ട്. എന്താ സംഭവിച്ചതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് ഓക്കെ എല്ലാം ഞാൻ പറയാം, എന്തായാലും നിങ്ങളെ ഒരിടത്ത് സേഫ് ആയിട്ട് ഇരുത്തിയിട്ട് എനിക്ക് ഒരു തവണ കൂടി തിരിച്ചു പോകണം, കാരണം ഇതിനൊരു അവസാനം കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് ഹീറോ പെട്ടെന്ന് ഡ്രസ്സെല്ലാം മാറി അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഉണ്ടല്ലോ അവരുടെ വീട്ടിലേക്ക് വരും. പക്ഷേ അവിടെ വരുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ഒരാൾ ഹീറോയോട് പറയുന്നത്, സോറി അവരെന്തായാലും ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, അവർക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇതേ 2 കവറുകളുണ്ട്, ഇതിലൊന്ന് നിനക്കുള്ളതും ഒന്ന് ബാധിക്കപ്പെട്ട ആ ഒരു പെൺകുട്ടിക്കുള്ളതുമാണ് എന്നും പറഞ്ഞ് ഈ ഒരു 2 കവറുകൾ കൊടുക്കുമ്പോൾ അപ്പോൾ ഹീറോയ്ക്കായാലും എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ഒരു ലേഡി എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ ഹീറോ പതിയെ വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു കവർ പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് ആ ഒരു ലെറ്ററിൽ അവർ എഴുതിയിട്ടുള്ളത്. വേറെ ഒന്നും എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്താണ് സംഭവിച്ചത്, അവരുടെ ഭർത്താവിനും കൂടി വേണ്ടിയിട്ടാണല്ലോ ആ ഒരു പെൺകുട്ടിയെ കൊന്നത്. അപ്പോൾ 2ാമത്തെ കവറിലുള്ളത് മേരി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ അമ്മയുണ്ടല്ലോ ജാനറ്റ്, അവർക്കായിട്ടുള്ള ആ ഒരു പണമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് വന്ന് അവന്റെ ഭാര്യയോട് പറയും, ശരി എനിക്കൊരു ജോലി കൂടിയുണ്ട്, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ തിരിച്ചു വരണമെന്നില്ല, എന്നിരുന്നാലും നീ നമ്മുടെ കുട്ടിയെ നല്ലതുപോലെ നോക്കണം എന്നെല്ലാം പറഞ്ഞ് അവൾക്ക് ഹീറോ സമ്പാദിച്ച ആ ഒരു പണം മുഴുവനായിട്ട് കൊടുത്തിട്ട് ഹീറോ തന്റെ ബാഗ് എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇത്തവണ പോകുന്നത് വേറെ ആരുടെ അടുത്തേക്കല്ല, എഡ്ഡി എന്ന് പറഞ്ഞ ആ ഒരു വടുവനുണ്ടല്ലോ അവനെ കണ്ടുപിടിക്കാനായിട്ട്. കാരണം അതിൽ ഒരുത്തൻ മരിച്ചു, അതിനെന്തായാലും നമുക്ക് സമാധാനമുണ്ട്. അടുത്ത ഇനി 2 പേരുണ്ട്, ഒന്ന് ആ ഒരു മുഖംമൂടിയും പിന്നെ എഡ്ഡിയും. അങ്ങനെ എഡ്ഡിയെ കാണിക്കുമ്പോഴത്തേക്കും അവനിപ്പോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. നിന്നെ എന്തായാലും വെറുതെ ഇവിടെ ഒരിക്കലുമില്ല. അങ്ങനെ ഹീറോ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ചവിട്ടി താഴേക്കിട്ടിട്ട് നല്ലതുപോലെ അടിക്കും. ഹീറോയ്ക്ക് ദേഷ്യം തീരുന്നത് വരെ. എന്നിട്ട് അവനോട് ചോദിക്കും, ആ ഒരു മുഖംമൂടി ആരാണ്, അവന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എഡ്ഡി പറയും, എനിക്കറിയത്തില്ല, ഞാനും അവന്റെ മുഖംമൂടി അഴിച്ച് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഹീറോ വീണ്ടും നല്ലതുപോലെ അടിച്ചിട്ട് അവനെയും പിടിച്ച് കാറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവനെയും കൊണ്ട് എവിടേക്കാണ് വരുന്നതെന്ന് വെച്ചാല് ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചല്ലോ ഇവർ ആ ഒരു വീഡിയോ ചിത്രീകരിക്കാൻ എടുത്ത ആ ഒരു സ്ഥലം അവിടേക്കാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഹീറോ ചോദിക്കും, എന്താ അവർക്ക് സംഭവിച്ചത്, എനിക്കറിയാൻ ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവൻ മേരിയെ പറ്റി ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുപോലെ ഒരു പെണ്ണിനെ എനിക്ക് തെരുവിൽ നിന്നാണ് കിട്ടിയത്, കാരണം അവള് ഡ്രഗ്സിനെല്ലാം അടിമയായിരുന്നു, അത് കിട്ടാതെ വന്നപ്പോൾ അവൾ എന്തും ചെയ്യുന്നൊരവസ്ഥയായി, അതുകൊണ്ട് ഞാൻ അവളെ യൂസ് ചെയ്തു,
ഒരു നല്ല മൂവിയിൽ അഭിനയിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ വന്നു. അത് വെച്ച് ഞാൻ അവളെ യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് നല്ല ദേഷ്യം വരുമല്ലോ. ആ ഒരു രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും അവൻ അതിൽ കുറ്റബോധം ഇല്ലാന്ന് തോന്നുമ്പോഴത്തേക്കാണ് നമുക്ക് അതൊട്ടും സഹിക്കാൻ കഴിയാത്തത്. അത് കഴിഞ്ഞ് മെഷീൻ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവന്റെ കത്തി ഉപയോഗിച്ച് അവളുടെ കഴുത്തറുത്ത് അവൻ കൊന്നു. ഇത്രയേ ഉള്ളൂ, അവള് മരിച്ചു എന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് അവന്റെ വയറിലേക്ക് ഒരു ചവിട്ടും ചവിട്ടി അവനെ താഴേക്കിട്ട് വീണ്ടും അടിക്കാണ്. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് ചിരിച്ചിട്ട് നിനക്ക് അറിയണോന്ന് പറഞ്ഞു. ഇപ്പൊ നീ കാര്യം അറിഞ്ഞു, മേരി എന്ന് പറഞ്ഞ പെണ്ണ് ഇവിടെ വെച്ചാണ് മരിച്ചത്. അപ്പോ ഹീറോ ചോദിക്കും എന്തുകൊണ്ടാ നീ അതെന്തുകൊണ്ടാ കണ്ടത്, നിനക്ക് വല്ല വിഷമം തോന്നിയ കണ്ടപ്പോ എന്നെല്ലാം ചോദിക്കുമ്പോ എഡ്ഡി പറയും ഇല്ല, കാരണം എനിക്കത് ഇഷ്ടമാണ്. ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്, അതെല്ലാം എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കാണുന്നത് എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുമ്പോൾ ഹീറോ പതിയെ അടുത്ത് നിന്ന് ഒരു കയറെടുത്ത് അവന്റെ കഴുത്തിലേക്ക് ഇട്ട് അങ്ങനെ മുറുക്കി അവന്റെ കയ്യിൽ വെച്ച് ഇങ്ങനെ കെട്ടും. എന്നിട്ട് പതിയെ മുന്നിലേക്ക് വന്ന് തോക്കെടുത്ത് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ എഡ്ഡി ചിരിച്ചുകൊണ്ട് പറയും ഇല്ല, നിനക്ക് ഒരിക്കലും കഴിയത്തില്ല, കാരണം നിനക്കറിയാം എന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാല് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും, നിന്റെ കുടുംബത്തിനെ നിന്നെ നഷ്ടപ്പെടും, പിന്നെ നിന്റെ ഭാര്യയും കൂടി തെരുവിലാവും. അതുകൊണ്ട് നിനക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയത്തില്ല എന്നെനിക്ക് നല്ലതുപോലെ തന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ടല്ലോ അത് വെച്ച് തന്നെ ഹീറോയെ നല്ലതുപോലെ കളിയാക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞത് ഒരു വിധത്തിൽ ശരിയാണ്. നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അവനെ കൊന്നു കഴിഞ്ഞാൽ എന്തായാലും ഹീറോയെ അറസ്റ്റ് ചെയ്യും, പിന്നെ ഹീറോയ്ക്ക് തന്റെ ഫാമിലി ആയിട്ട് കഴിയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഹീറോയും ആലോചിച്ച് നിൽക്കണം എന്ത് ചെയ്യണം നിർത്തില്ല. കാരണം ഇവനോട് നല്ല ദേഷ്യമുണ്ട് അങ്ങനെ ഒരു പാവം പെൺകുട്ടിയെ കൊന്നതുകൊണ്ട്. അങ്ങനെ ഹീറോ പുറകിലേക്ക് പോയി നിൽക്കുമ്പോഴത്തേക്കാണ് എഡ്ഡി പറയുന്നത് ഓക്കെ, നിന്റെ ഭാര്യനെയും കുട്ടീനെയും അവരെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ, എങ്ങനെ ഒരു മൂവി ചിത്രീകരിക്കണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നിങ്ങനെ പറയുന്നത് മീതി കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്ക് അത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതും കൂടി കേൾക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് വന്ന് ഇപ്പോ മേരി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ അമ്മയാണല്ലോ ജാനറ്റ്, അവരെങ്ങനെ വിളിക്കാണ്. എന്നിട്ടാണ് അവരോട് പറയുന്നത് ഞാൻ ഇതുപോലെ ആ ഒരു ഡിറ്റക്റ്റീവ് ടോമാണ്, അന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നില്ലേ, നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതിനി നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല, കാരണം ഉത്തരം എനിക്ക് കിട്ടി. നിങ്ങളുടെ മകൾ മരിച്ചു, നിങ്ങളുടെ മകളെ 3 പേര് ചേർന്ന് കൊന്നു. എനിക്കറിയാം നിങ്ങൾക്ക് ഒരിക്കലും അത് സഹിക്കാൻ കഴിയത്തില്ലാന്ന്, പക്ഷെ ഇത് മനസ്സിലാക്കിയേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ ജാനറ്റ് ആയാലും അത് കേട്ട് ഇല്ല ഞാൻ വിശ്വസിക്കില്ല എന്നെല്ലാം പറഞ്ഞ് നല്ലതുപോലെ കരയാണ്. അപ്പോഴാണ് ഹീറോ പറയുന്നത് ഞാൻ ആ 3 പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതില് ഒരാളെ ഞാൻ നേരത്തെ തന്നെ കൊന്നു, ഇനി 2 പേരുണ്ട്, അവരെ 2 പേരെ എനിക്ക് കൊല്ലണം, അതിനുള്ള അനുവാദം എനിക്ക് വേണം, ഞാൻ അവരെ കൊന്നോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജാനറ്റിനായാലും ഇപ്പൊ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഹീറോ പറയും ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മകളെ മേരിയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ അവര് പറയും ഞാൻ എന്റെ മേരിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ കരയുമ്പോൾ ഇത് മതി നമ്മുടെ ഹീറോയ്ക്ക്. ഹീറോ നേരെ ആ ഒരു തോക്കും കൊണ്ട് അകത്തേക്ക് കയറി പോയിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ എഡ്ഡി എന്ന് പറഞ്ഞ അവൻ നിലവിളിക്കുന്ന ആ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. വേറെ ഒന്നുമല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആ ഒരു തോക്കും കയ്യിൽ പിടിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. എന്താണെന്ന് വെച്ചാൽ എഡ്ഡി ആ ഒരു തോക്ക് ഉപയോഗിച്ച് എന്നെ അടിച്ചടിച്ച് അവിടെ വെച്ച് കൊല്ലുകയും ചെയ്തു. അത് കഴിഞ്ഞ് ആ ഒരു ദേഷ്യമെല്ലാം തീരാതെ നേരെ ചെന്നിട്ട് അവന്റെ കാറിൽ നിന്നും അവൻ ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു വീഡിയോസ്, അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ബുക്ക്, ഇതെല്ലാം കൊണ്ടുവന്ന് അവന്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് അതിന് മുകളിലേക്ക് പെട്രോൾ ഒഴിച്ച് അവൻ അവിടെ വെച്ച് തന്നെ കത്തിച്ച് കൊല്ലുകയും ചെയ്യുന്നു. സത്യം പറയാലോ ഈ ഒരു മൂവി കണ്ട് ഇപ്പോഴാണ് കുറച്ച് സമാധാനമായത്. ഇനി ഒരുത്തനും കൂടിയുണ്ട്, ആ ഒരു മുഖംമൂടി ധരിച്ച ആ ഒരു തടിയൻ. ഇനി അവനെ കൂടി കൊന്നാലേ എനിക്ക് പൂർണ്ണമായിട്ട് സമാധാനാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ പോകുന്നത് ഓരോ ഹോസ്പിറ്റലുകളിലേക്കാണ്. എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ വയറിൽ മുറിവ് പറ്റിയ മുഖംമൂടി ധരിച്ച ഒരു മനുഷ്യൻ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ച് ഓരോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങി അവസാനം ഒരിടത്ത് നിന്നും ആ ഒരുത്തിന്റെ പേരും അഡ്രസ്സും ഹീറോയ്ക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ മെഷീൻ എന്ന് പറഞ്ഞ ആ ഒരു മുഖംമൂടി ധരിച്ച അവന്റെ പേര് ഡോറിസ് എന്നാണ്. അതുപോലെ അവന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച ഹീറോ നേരെ ആ ഒരു വീടിനടുത്തേക്ക് ചെന്നിട്ട് രാത്രിയിലെ തന്റെ തോക്കും കൊണ്ട് പതിയെ ആ ഒരു വീടിനകത്തേക്ക് വേറെ ആരും അറിയാതെ ഇങ്ങനെ കയറി പോവാണ്. അങ്ങനെ വീടിനകത്തേക്ക് കയറിയിട്ട് ഓരോ മുറികളായിട്ട് ഇങ്ങനെ പരിശോധിച്ച് ഓരോ മുറികളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഇവിടെയും കാണാനില്ല. അടുത്തൊരു റൂമിൽ നിന്ന് പെട്ടെന്ന് അവൻ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഹീറോയോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ മുറിവ് പറ്റിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടങ്ങ് ഇടിച്ചു കൊടുക്കും. അങ്ങനെ തന്നെ വേണോടാ നിനക്ക്. അങ്ങനെ ഇടികൊണ്ട് അവൻ താഴെ വീഴുന്നതും ഹീറോ ആ ഒരു ജനാല വശത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു തടിയൻ ഓടി വന്ന് ഹീറോയെ ഇടിച്ചങ്ങ് താഴേക്കിടുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവന്റെ കാല് തെറ്റി അവന് നേരെ താഴേക്ക് വന്ന് വീഴും. രണ്ടുപേരും താഴേക്ക് വീഴുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയുടെ തോക്കുണ്ടല്ലോ അത് അവിടെയുള്ള ആ ഒരു വേലിക്ക് അപ്പുറമായിപ്പോയി. അങ്ങനെ താഴേക്ക് വീണ് കിടക്കുന്ന ഹീറോയുടെ മുകളിലേക്ക് ഡോറിസ് എന്ന് പറഞ്ഞാൽ അവൻ കയറി ഇരുന്നിട്ടാണ് ആ ഒരു കത്തി വെച്ച് ഹീറോയുടെ ഇപ്പൊ പറയുന്നത് ഓക്കെ, അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്ക് അറിയണമല്ലേ, ഞാൻ പറഞ്ഞുതരാം, എനിക്കത് ഇഷ്ടമായിരുന്നു, അത്രയേ ഉള്ളൂ. ആ ഒരു കത്തി അവരുടെ ശരീരത്തിലേക്ക് തറച്ചു കയറുന്നത് അതെനിക്ക് ആസ്വദിക്കണമായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് വരുന്നതും ഹീറോ അവിടെ പൊട്ടിക്കിടക്കുന്ന ഇരുമ്പ് കമ്പി ഉണ്ടായിരുന്നു, അതെടുത്ത് അവന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ കുത്ത്. അങ്ങനെ അവൻ താഴെ വീണ് കിടക്കുന്നതും ഹീറോ ഓടിച്ചെന്നിട്ട് ആ ഒരു തോക്ക് അങ്ങനെ എടുത്ത് ഡോറിസിനോട് പറയും ശരി നിന്റെ മുഖംമൂടി അഴിക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ അവൻ അവന്റെ മുഖംമൂടി ഇങ്ങനെ അഴിക്കാണ് ഈ ഒരു മൂവിയിലെ
ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കഥാപാത്രമാണ്. അങ്ങനെ ആ മുഖംമൂടി അഴിക്കുമ്പോഴത്തേക്കും വികൃതമായിട്ടുള്ളൊരു മുഖമാണെന്ന് നോക്കുമ്പോൾ ഒരിക്കലും അല്ല. കണ്ടാൽ തന്നെ ഒരു പാവത്തെ പോലെ ഇരിക്കുന്നവൻ ഒരു കണ്ണാടിയൊക്കെ ഇട്ട്. അപ്പൊ അവൻ തന്നെ ഹീറോയോട് പറയുന്നുണ്ട്, എന്ത് കണ്ടിട്ട് ഒരു വികൃതമായിട്ട് മുഖമാണെന്നാണോ നീ വിചാരിച്ചത്? ഒരിക്കലും അങ്ങനെയല്ല. എന്നെ കണ്ട ഒരു പാവത്തിനെ പോലെ തോന്നുമെങ്കിലും എനിക്ക് അതെല്ലാം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത് എന്നും പറഞ്ഞ് ഇവൻ പതിയെ അവന്റെ സ്വഭാവം മാറ്റുകയാണ്. വേറെ ഒന്നുമല്ല, എന്റെ അമ്മ എന്നെ കുട്ടിക്കാലത്ത് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, എന്റെ അച്ഛനും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ആയത് എന്നെല്ലാം പറഞ്ഞ് ഹീറോയുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി ഒരുപാട് സംസാരിച്ച് അടുത്തുള്ള ആ ഒരു കത്തിയെടുത്ത് ഹീറോയുടെ കാലിലേക്ക് ഒരു ഒറ്റ വിട്ട് ഹീറോ അറിയാതെ തോക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്ത് അവന്റെ കയ്യിൽ നിന്നും ആ ഒരു തോക്ക് തെറിച്ച് താഴേക്ക് വീഴാണ്. അപ്പോഴേക്ക് ഈ ഒരു തടിയം വന്ന് ഹീറോയെ പിടിച്ച് ആ ഒരു കത്തി ഒരു ഹീറോയുടെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴും അവൻ പറയുന്നുണ്ട്, എനിക്കത് ഇനിയും ചെയ്യണം, ഞാൻ ഇനിയും ചെയ്യും, എനിക്കത് ഇഷ്ടമാണെന്നെല്ലാം പറയുമ്പോൾ ഹീറോ ആ ഒരു കത്തി അങ്ങനെ വലിച്ചൂരി വീണ്ടും ഈ ഒരു തടിയന്റെ വയറിലേക്ക് അടുത്തൊരു കുത്തുകുത്തുന്നത് ആ ഒരു തടിയനും അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പൊ പോലീസും ആംബുലൻസും എല്ലാം അവിടേക്ക് വന്ന് അവന്റെ ശരീരം അവിടെ നിന്ന് കൊണ്ടുപോവാണ്. കൂടാതെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ നേരെ അവന്റെ വീട്ടിലേക്ക് വന്ന് ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സംഭവിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ തന്റെ കുഞ്ഞ് എത്രത്തോളം സേഫാണ്. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിലും ഇപ്പൊ രണ്ടുപേരെ കൊല്ലുകയും ചെയ്തു. ആ ഒരു വിഷമത്തില് ഹീറോ നല്ലതുപോലെ ഇങ്ങനെ കരയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അടുത്ത ദിവസം കാണിക്കുമ്പോൾ എന്തോ നമ്മുടെ ഹീറോയെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലാന്ന് തോന്നുന്നു. ഒരുപക്ഷെ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി ആണല്ലോ, അവരൊരു വലിയ പണക്കാരിയാണ്. അവരായിട്ട് നമ്മുടെ ഹീറോയെ രക്ഷിച്ചതായിരിക്കാം. കാണിക്കുമ്പോഴത്തേക്കും ഹീറോയുടെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട്. അതിലെന്താണെന്ന് വെച്ചാല് ജാനറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടല്ലോ, മേരിയുടെ അമ്മ, അവർ എഴുതിയിരിക്കുന്ന ഒരു കത്താണ്. അവരെല്ലാവരും മരിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തന്ന ആ ഒരു പണം അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇനി ഉപയോഗിക്കുള്ളൂ. എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും നീ മറച്ചു വെച്ചതിന്. പക്ഷെ അവസാനം നീ അതെന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള നല്ല ആളുകൾ ഇപ്പോഴും ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരുപാട് നന്ദി എന്നുള്ള രീതിയിൽ ആ ഒരു ലെറ്റർ അവിടെ അവസാനിപ്പിക്കുകയാണ്. അതോടെ 8mm എന്ന് പറഞ്ഞൊരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സത്യം പറയാലോ, ഒരു മൂവി കണ്ട് നമുക്ക് മൂവി കണ്ടു തീർന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ, ഒരു സമാധാനം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു ക്ലൈമാക്സ്, അതിലെനിക്ക് നല്ല രീതിയിൽ കിട്ടിയൊരു മൂവിയാണിത്. കാരണം മൂവിയുടെ പകുതി എത്തുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇത് ചെയ്തവന്മാരെ കണ്ടുപിടിച്ച് കൊല്ലണമെന്ന്. ഒരു മൂവിയാണെന്ന് അറിയാം, എന്നിരുന്നാലും അതിൽ മുഴുകിപ്പോയപ്പോൾ അറിയാതെ അങ്ങനെ ആഗ്രഹിച്ചു. അതുപോലെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു ക്ലൈമാക്സ് അത് തന്നെ എനിക്ക് ഒരു മൂവിയിലൂടെ കിട്ടി. നിങ്ങൾക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയോ ഇല്ലയെന്ന് എന്തായാലും കമന്റ് ചെയ്യുക. ഇതിപ്പോൾ 1999 ഇറങ്ങിയൊരു മൂവിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് നല്ല മൂവീസ് ഉണ്ട്. അതെല്ലാം കണ്ടുപിടിച്ച് നല്ല നല്ല മൂവീസ് നിങ്ങൾക്ക് വേണ്ടി ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. അതിനിടയ്ക്ക് നിങ്ങൾ കമന്റ് ചെയ്യുന്ന മൂവീസും അതേപോലെ തന്നെ പുതിയ മൂവീസ് ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു താമസം ഉണ്ടാവും. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല മൂവീസ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഇടയ്ക്ക് 1-2 മോശം മൂവീസ് വരും, അത് സ്വാഭാവികമാണ്, പറഞ്ഞിട്ട് വരെ കാര്യമില്ല. എല്ലാവർക്കും ഒരുപോലെ തന്നെ മൂവി ഇഷ്ടപ്പെടണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് വരും. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.